എല്ലാവർക്കും നമസ്കാരം. ക്വിക്ക് ഡോക് പ്രതീക്ഷ വെബിനാർ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ക്യാൻസർ ദിനത്തോട് അനുബന്ധിച്ച് നമ്മൾ വിവിധ തരം ക്യാൻസർ രോഗങ്ങളും അതിന്റെ ചികിത്സാ സാധ്യതകളെയും കുറിച്ചുമാണ് ഇന്ന് മുതൽ ഇനിയുള്ള ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വെബിനാർ നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തയായ ക്യാൻസർ അതായത് ഗൈനക് ക്യാൻസർ രോഗമേഖലയിൽ ചികിത്സയിൽ വളരെയധികം വിദഗ്ധയായിട്ടുള്ള ഡോക്ടർ ചിത്രധാരയാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. ഡോക്ടർ ചിത്രധാര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗൈനക് ഓങ്കോളജി ആൻഡ് ബ്രസ്റ്റ് സയൻസസ് VPS ലേക്ക് ഷോർ കൊച്ചിയിൽ സേവനമനുഷ്ഠിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഗർഭാശയവും അണ്ഡാശയങ്ങളും നീക്കം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഡോക്ടറിനെയും എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഇന്നത്തെ വെബിനാറിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, നമുക്ക് തുടങ്ങാം. മലയാള മനോരമയ്ക്കും ക്വിക്ക് ഡോക്കിന്റെ എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എല്ലാ വെബിനാറിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ടോപ്പിക് എടുത്തത് വെച്ചാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു ഫീൽഡാണ് ഈ അണ്ഡാശയവും ഗർഭാശയകളവും ഗർഭാശയ ക്യാൻസറും. പിന്നെ അതിൽ എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ എല്ലായ്പ്പോഴും ഈ ഓർഗൻ അതിന്റെ ഒരു ക്യാൻസർ വന്നാൽ ഇത് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നും, ചിലരാണ് നീക്കം ചെയ്യുന്ന ചെയ്യേണ്ട സന്ദർഭത്തിൽ പോലും അത് നീക്കം ചെയ്യാൻ സമ്മതിക്കാതെ പലയിടത്തും നടന്ന് അസുഖം കൂട്ടുകയും ചെയ്യാറുണ്ട്. അപ്പം ഇത് ഏത് സന്ദർഭങ്ങളിലാണ് നമുക്കിത് വെക്കാൻ പറ്റുക? ഇത് ഒറ്റ ഇതിൽ ചോദിച്ചാൽ ഇത് നീക്കം ചെയ്യേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ നോ, എല്ലായ്പ്പോഴും നമുക്ക് നീക്കം ചെയ്യേണ്ടതില്ല, ഒരു ബിഗ് നോ തന്നെ നമുക്ക് പറയാം. പക്ഷേങ്കില് അത് ഏർലി സ്റ്റേജസിൽ മാത്രം, വളരെ ഏർലി ആയിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രമാണ് നമുക്കിത് നീക്കം ചെയ്യാതെ ചികിത്സിക്കാൻ പറ്റുന്നത്. ഓവറി പിന്നെയും കുഴപ്പമില്ല, ചില കണ്ടീഷൻസിൽ. അണ്ഡാശയത്തിന്റെ ചില ക്യാൻസറുകളിൽ പിന്നെയും കുഴപ്പമില്ല. യൂട്രൈൻ ക്യാൻസറിൽ നമുക്ക് ഇത്തിരി അപകടമാണ്. ചില സ്റ്റേജുകളിൽ കഴിഞ്ഞാൽ പിന്നെ യൂട്രസ് വെക്കുന്നത് അപകടകരമാണ്. ഏർലി സ്റ്റേജസിൽ നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ചെറുപ്പക്കാരിലെ കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് വെക്കാനായിട്ട് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് യൂട്രസിന്റെ ഒരു ഘടന ഞാൻ കാണിക്കുകയാണ്. ഇത് യൂട്രസ് എന്ന് പറയുന്നത് യൂട്രസിന്റെ ഒരു ബോഡി ഉണ്ട്. ഈ മേളിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ യൂട്രസിന്റെ സർവിക്സ്, താഴത്തെ ഭാഗം ഗർഭാശയകളം എന്ന് പറയും. അപ്പൊ ഗർഭാശയം എന്ന് പറഞ്ഞാല് ഈ യൂട്രസിന്റെ ബോഡിയും ഈ ഗർഭാശയകളവും കൂടെ ഒന്നിച്ചിരിക്കുന്നതാണ് യൂട്രസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഗർഭാശയകള ക്യാൻസറും യൂട്രസിനകത്തെ ക്യാൻസറും വളരെ വ്യത്യാസമുണ്ട്. അതിന്റെ കാരണങ്ങളിലാണേലും ചികിത്സയിലാണേലും അതിന്റെ സർജറിയിലാണെങ്കിലും വളരെ വ്യത്യാസം ഉള്ള ഒന്നാണ്. ഈ രണ്ടിന്റെയും ഒരു വ്യത്യാസപ്പെടുത്താൻ ഒരു ഏരിയ രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. എന്നാലും അതിന്റെ കാരണവും ചികിത്സയും ഒക്കെ വളരെ വ്യത്യാസമുണ്ട് അതിന്. ഇത് ഗർഭാശയകളം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഈ താഴെ കാണുന്ന യോനിയിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഗർഭാശയകളം, അതിന്റെ പുറം ഭാഗം. പിന്നെ അതിന്റെ അകത്തോട്ടൊരു നാരോ കനാലുണ്ട്, അതാണ് ഗർഭാശയത്തിന്റെ ബോഡിയിലേക്ക് തുറക്കുന്നത്. അപ്പൊ ഈ ഗർഭാശയത്തിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻസസ് ഒക്കെ വരുന്ന, അതിന്റെ സൈക്കിള് നടക്കുന്ന, സെൽ ചേഞ്ചസ് വരുന്ന സ്ഥലമാണ്, കുട്ടി കിടക്കുന്ന സ്ഥലമാണ്. ഗർഭാശയകളം എന്ന് പറയുന്നത് ഇതിന്റെ താഴത്തെ 2.5 സെന്റിമീറ്റർ വജൈനയിലേക്ക് തള്ളി നിൽക്കുന്നതാണ് ഗർഭാശയകളം. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത് രണ്ടിനും രണ്ടായിട്ടുള്ള കാരണങ്ങളാണ്. ഗർഭാശയകളം ആണ് ഈ ഭാഗം. ഇതാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ ഈ ഗർഭാശയകളത്തിന്റെ ആണെങ്കിലും ക്യാൻസർ സാധാരണ ഒരു 35 വയസ്സ് കഴിഞ്ഞാണ്, 40-നും 50-നും വയസ്സ്, 45 വയസ്സ് കഴിഞ്ഞാണ് ഇതിന്റെ നിരക്ക് കൂടുതലുള്ളത് ഗർഭാശയകള ക്യാൻസറിന്.
അതിനു മുമ്പൊക്കെ ചെറുപ്പക്കാരില് കുറച്ച് നിരക്ക് കുറവാണ്, എന്നാലും വരാം. പിന്നെ അതിന്റെ പ്രീ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ചേഞ്ചസ് ഒരു 30 വയസ്സ് കഴിഞ്ഞ് 35 വയസ്സിനൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വരാം. അങ്ങനെ ആ ചേഞ്ചസ് വന്ന് കുറേ കാലം ഇരുന്നാലേ അത് ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടുകയുള്ളൂ. അപ്പം ഈ കുട്ടികളില്ലാത്തവരിലെ നമുക്ക് അതിന്റെ സർജറി, ഗർഭാശയഗളം വെച്ചുള്ള സർജറി ആണ് ഇതിലൊരു ടൈപ്പ് സർജറിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒബ്വിയസ് ആയിട്ട് ട്യൂമർ കാണത്തില്ല. അത് പ്രീ ക്യാൻസറസ് ലീഷനിലും വളരെ ഏർലി ആയിട്ടുള്ള ചില കേസസിൽ നമുക്ക് ട്യൂമർ വെളിയിൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് ഒരു മെഡിസിൻ അപ്ലൈ ചെയ്ത് ഇപ്പൊ ലൂഗോൾ സൈഡിന് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് അതൊക്കെ അപ്ലൈ ചെയ്താണ് ക്യാൻസർ ഇരിക്കുന്ന ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിങ്ങനെ ഈ ഏരിയയിൽ ഒരു കോൺ പോലെ ആ ഏരിയ ഉൾപ്പെടെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കോണൈസേഷൻ എന്ന് പറയുന്നത്. അത് എന്നിട്ട് സെർവിക്സ് അവിടെ വെക്കാം. ചിലപ്പോൾ ഇതിന്റെ കൂട്ടത്തില് കീമോതെറപ്പി ആവശ്യം വരും. ക്യാൻസർ ആയി കഴിഞ്ഞാൽ ചിലർക്ക് ഗർഭാശയത്തിന്റെ വശങ്ങളിലുള്ള ഗ്ലാൻഡുകള് റിമൂവ് ചെയ്യേണ്ടി വരും. ചിലർക്കാണ് അതിന്റെ കീമോതെറപ്പി ഇത് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും കീമോതെറപ്പിയും ചിലർക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പൊ സാധാരണ നമ്മള് എങ്ങനെയാ ഗർഭാശയഗള ക്യാൻസറിന്റെ ചികിത്സ എന്ന് പറഞ്ഞാല് ഗർഭാശയത്തിന് ചുറ്റും ഒരു 2-3 സെന്റിമീറ്റർ സൈഡിലേക്കും പോയാണ് എടുക്കുന്നത്, സർജറി ചെയ്യുന്നത്. പിന്നെ ഈ സൈഡില് ഇതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ പോകുന്ന, ഗർഭാശയത്തിന്റെ സൈഡില് രക്തക്കുഴലുകൾ പോകുന്ന സ്ഥലം, അവിടെയാണ് ഗ്ലാൻഡുകൾ ഇരിക്കുന്നത്. അപ്പൊ ഗർഭാശയത്തിൽ അസുഖം വന്നാലും ഗർഭാശയ ഗളത്തിൽ വന്നാലും സാധാരണ ഇതെല്ലാം ഒന്നിച്ച് തന്നെയാണ് എടുക്കുന്നത്, ചെറുപ്പക്കാരിലല്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ സെൽസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവിടെ ബാക്കി പിന്നീട് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഇതിപ്പം ആ ഗർഭാശയം ഇപ്പൊ സൈഡും എല്ലാം കൂടെ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന ഒന്നാണ്. റാഡിക്കലായിട്ട് ചെയ്യുന്ന ഒന്നാണ്. ഗർഭാശയത്തിന്റെ ഗളവും സൈഡും എല്ലാം കൂടെ എടുത്ത് ചെയ്യുന്നതാണ് റാഡിക്കൽ ട്രക്കിലെക്ടമി എന്ന് പറയും. ഇത് നമുക്ക് ക്യാൻസർ ആയ ആൾക്കാർക്ക് ചെയ്യാം. പക്ഷെ അത് 2 സെന്റിമീറ്ററിലെ കുറവാണെങ്കിലാണ് ഇതിന് സക്സസ് റേറ്റ് ഉള്ളത്. അല്ലെങ്കിൽ ചിലപ്പം രണ്ടാമത് വരാനുള്ള സാധ്യത, ഇപ്പം 2 സെന്റിമീറ്റർ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അത് ഒരു 15% ആൾക്കാരിൽ രണ്ടാമത് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ 2 സെന്റിമീറ്റർ കുറവാണ് ചിലപ്പോൾ വളരെ ചാൻസ് 1 to 2% ഉള്ളൂ രണ്ടാമത് വരാനുള്ള സാധ്യത. എനിക്ക് ഈ പടമൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ അപ്പം തന്നെ ചോദിക്കുകയോ ചെയ്യാം. പിന്നെ ക്യാൻസർ മുന്നോടിയായിട്ടുള്ള ചേഞ്ചസ്, പ്രീ ക്യാൻസറസ്, ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാൻസർ ആകുന്ന ഘട്ടത്തിന് മുമ്പിലെ ചിലപ്പോൾ ഒരു 5-10 വർഷമേ ഇത് ഗർഭാശയകളത്തിലൊക്കെ ക്യാൻസറിന്റെ മുന്നോടിയായിട്ട് ഉള്ള ചേഞ്ചസ് ഇരുന്ന് കഴിഞ്ഞാൽ അത് ക്യാൻസർ ആവുള്ളൂ. ഗർഭാശയകള ക്യാൻസറിന്റെ കാരണം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാം, ഒരു വൈറസ് ഇൻഫെക്ഷൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറൽ ഇൻഫെക്ഷൻ ആണ് അതിന്റെ ക്യാൻസറിന്റെ കാരണം. ഈ വൈറസ് ഗർഭാശയകളത്തിൽ വന്നിട്ട് അത് നമ്മളുടെ മനുഷ്യന്റെ ജീനിലേക്ക് അലിഞ്ഞു ചേരും. അങ്ങ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ ജീനവും മനുഷ്യന്റെ സെൽ ജീനോമിലേക്ക് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാണ് അത് ക്യാൻസറിലേക്ക് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ജനറ്റിക് ചേഞ്ച് വന്നാണ് അത് ക്യാൻസറിലേക്ക് ഉള്ള വളർച്ച പ്രാപിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഏകദേശം 90% ഇത് സുഖമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ചെറിയ സർജറി കൊണ്ട് തന്നെ ചിലപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സർജറി പ്രീ ക്യാൻസർ സ്റ്റേജിന് മെയിനായിട്ട് ചെയ്യുന്ന സർജറീസ് ഒന്ന് ക്രയോതെറപ്പി എന്ന് പറയും. തണുപ്പിച്ച് ആ ഭാഗത്തിലെ സെൽസ് നശിപ്പിച്ച് കളയുക ഈ ഗർഭാശയത്തിന്റെ കളത്തിൽ. ഇതാണെങ്കിൽ അത് ഒരു വയർ ലൂപ്പ് കൊണ്ട്, ഇലക്ട്രിക് വയർ ലൂപ്പ് ഇട്ട് അത് കട്ട് ചെയ്ത് മാറ്റും. ലീപ്പ് എന്ന് പറയുന്നത് ലൂപ്പ് ഇലക്ട്രോ സർജിക്കൽ എക്സിഷൻ എന്നാണ് അത് പറയുന്നത്. അപ്പം ഈ ഗർഭാശയകളത്തിന്റെ ഏരിയ ഇത് ആ ഒരു ലൂപ്പ് ഉപയോഗിക്കുന്നതാണ്, ഒരു വയർ. അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റാൻ പറ്റും. അതില് വളരെ ഏർലി ലീഷൻ, അതിന്റെ കംപ്ലീറ്റ്ലി ചുറ്റളവൊക്കെ ഫ്രീ ആണെങ്കിൽ ഈവൻ വളരെ ഏർലി ആയിട്ടുള്ള ക്യാൻസറിനും നമുക്കിത് തന്നെ മതിയാവും. അപ്പം വളരെ ഫോളോ അപ്പ് വളരെ ജാഗ്രതയോടെ നമ്മൾ ആ സമയങ്ങളിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് ക്യാൻസറിന്
ഓർഗൻ വെച്ച് ഇപ്പൊ സർവിക്സും യൂട്രസും വെച്ചും യൂട്രൈൻ ക്യാൻസർ ആണെങ്കിലും യൂട്രസ് നിലനിർത്തിക്കൊണ്ടുള്ള സർജറിയിൽ നമ്മൾ വളരെ പറഞ്ഞവരെ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള പിന്നീട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങള്. അപ്പൊ പ്രത്യേകിച്ച് ഏർലി ക്യാൻസർ വല്ലതും കുട്ടികളില്ലാത്തവരിൽ യൂട്രസ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിമരായികള് പറഞ്ഞ് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ സർവിക്സിന്റെ മുഖമോ പോലല്ല യൂട്രസിനകം എന്ന് പറയുന്നത്. നമ്മൾ കാണാത്ത ഇടത്തൊക്കെ നമുക്ക് ചിലപ്പോൾ സെൽസ് ഇരിക്കാം. ഒരു ഡിയാൻസിയോ വല്ലതും ചെയ്താൽ അവിടെ മാത്രം ഒതുങ്ങുന്നതായിരിക്കത്തില്ല. ഒരു 5-8 സെന്റിമീറ്റർ സ്ഥലം ഉണ്ടല്ലോ യൂട്രസിനകത്ത്. ചില ഏരിയയിൽ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ചേഞ്ചസ് ആണ്, ചില ഏരിയയിൽ നമുക്ക് ക്യാൻസർ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് ഈ ടൈപ്പിലുള്ള സർജറികൾ പ്രത്യേകിച്ച് യൂട്രൈൻ ക്യാൻസറിന് ചെയ്യാവൂ. യൂട്രസിന്റെ ഇപ്പൊ ഗർഭാശയകളത്തിലാണ്, പിന്നെ നമുക്ക് അതിന്റെ ഫോളോ അപ്പിൽ അതിന്റെ അറിയാൻ പറ്റും. ഗർഭാശയകള ക്യാൻസർ കുറച്ചും കൂടി താരതമ്യേന സ്പ്രെഡ് കുറഞ്ഞതാണ്. താരതമ്യം നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് DNA ഉണ്ടോ എന്നുള്ള ടെസ്റ്റിൽ നമുക്ക് രണ്ടാമത് വരാൻ സാധ്യതയുണ്ടോ എന്നും അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഗർഭാശയഗളം നമുക്കൊന്നും കൂടെ സേഫ് ആയിട്ട് വെച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം യൂട്രസ് ഗർഭാശയത്തിന്റെ ഗളം എന്ന് പറയുന്നത് താഴത്തെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇപ്പൊ യൂട്രസ് ഇതിന്റെ ബോഡി ഓഫ് ദ യൂട്രസിനാണ് യൂട്രൈൻ ക്യാൻസർ എന്ന് മെയിൻ ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയും. അപ്പൊ യൂട്രസിന്റെ അകത്തെ കോശത്തിന്റെ ആ ലൈനിങ് ആണ് എൻഡോമെട്രിയം. അതിന്റെ ഏറ്റവും പുറത്തുള്ള ഈ സർവിക്സിന്റെ മേൽഭാഗം, ഇത്രയും ഭാഗം നമുക്ക് താഴെ കാണാം. ഈ ഭാഗങ്ങൾ ഓവറിയും യൂട്രസും എല്ലാം വയറിനകത്താണ് ഇരിക്കുന്നത്. ഗർഭാശയത്തിന്റെ ഗളം മാത്രം താഴെ കാണാം, ബാക്കി ഈ റീജിയൻ എല്ലാം നമുക്ക് വയറിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വെച്ചുള്ള സർജറി എന്ന് പറയുന്നത് ഇതിനകത്തൂടെ ഇത് ഹിസ്ട്രോസ്കോപ്പ് എന്ന് പറയും. ഒരു എൻഡോസ്കോപ്പി ചെയ്തിട്ട് അതിനകത്ത് നോക്കി അതിന്റെ ഏത് ഭാഗമാണ് ക്യാൻസർ ആയിരിക്കുന്നത്, ഏത് ഭാഗമാണ് സെൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ അത് എടുത്ത് അത് ചുരണ്ടി മാറ്റിയിട്ട് പിന്നെ എന്തെങ്കിലും ചികിത്സ, വല്ലതും ഹോർമോൺ ചികിത്സയോ അല്ലെങ്കിൽ ഹോർമോൺ കുറയ്ക്കാനുള്ള ചികിത്സയോ എന്തെങ്കിലും കുറയ്ക്കണം. എന്ന് വെച്ചാൽ ഇത് ഹോർമോൺ കൂടുതലുള്ളവർക്ക് വരുന്ന ഒരു ക്യാൻസർ ആണ്. ഗർഭാശയ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും, പ്രത്യേകിച്ച് ഗർഭാശയ ക്യാൻസർ ശരീരത്തില് ഹോർമോണൽ സ്ത്രീ ഹോർമോൺ പറഞ്ഞ ഈസ്ട്രോജൻ കൂടുതലുള്ള ആൾക്കാർക്കാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രമേഹം, വണ്ണക്കൂടുതല്, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഇതൊക്കെ ഉള്ളവർക്ക് ഗർഭാശയ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഹോർമോണൽ ട്രീറ്റ്മെന്റും ഉണ്ട്, ഇത് ചുരണ്ടി കളഞ്ഞുള്ള ട്രീറ്റ്മെന്റും ഉണ്ട്. അപ്പൊ ഈ ഹോർമോണൽ ട്രീറ്റ്മെന്റിന് അകത്തേക്ക് കോപ്പർട്ടി ഒക്കെ പോലെ ഒരു ഹോർമോൺ വരുന്ന, ലോക്കലി ഹോർമോൺ വരുന്ന ഒരു കോപ്പർട്ടി, അത് ഒരു ഷേപ്പ് അത് തന്നെയാണ്. അങ്ങനത്തെ ഇൻട്രായൂട്രൈൻ ഡിവൈസ് വെക്കാം, അല്ലെങ്കിൽ ഹോർമോൺ കഴിക്കുകയോ ചെയ്താൽ 2-3 തരത്തില് ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. അപ്പൊ അതിനെല്ലാം വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ഫോളോ അപ്പ് വേണം. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ നമ്മൾ ബയോപ്സി എടുക്കണം യൂട്രസിനകത്തുനിന്ന്. ഇത് അങ്ങനെ തന്നെയാണോ ഇരിക്കുന്നത്, കൂടുന്നുണ്ടോ എന്ന് അറിയാന്. പിന്നീട് ഇത് കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷം ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതിന്റെ ട്രീറ്റ്മെന്റ് നിർത്തിയിട്ട് ഗർഭധാരണം നോക്കാവുന്നതാണ്. ഇതെല്ലാം ഞാൻ ഏർലി സ്റ്റേജിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറയുന്ന അതാണ്. അത് കഴിഞ്ഞിട്ട് ഏർലി സ്റ്റേജ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കോ സ്പ്രെഡ് ആവുന്നത് കൊണ്ട് ഈ ഒരു സ്റ്റേജിൽ, വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജ് അല്ലെ പ്രീ ക്യാൻസർ സ്റ്റേജിലാണ് ഈ ചികിത്സയെല്ലാം, ഇങ്ങനത്തെ ഓർഗൻ വെച്ചുള്ള ചികിത്സയെല്ലാം ചെയ്യുന്നത്. പിന്നെ ഓവറി നമുക്ക് വെക്കാൻ പറ്റുമോ? ഈ ഗർഭാശയകള ക്യാൻസറിനും ഓവറി വെക്കാൻ പറ്റുമോ? ഓവറി ഇതാണെങ്കിലും ഏർലി സ്റ്റേജസിൽ നമുക്ക് ഓവറി വെക്കാൻ പറ്റുന്നതാണ്. ഗർഭാശയകള ക്യാൻസർ ആണ് സർവൈക്കൽ ക്യാൻസർ, മറ്റേത് യൂട്രൈൻ ബോഡിയിലുള്ള ക്യാൻസർ യൂട്രൈൻ ക്യാൻസർ എന്ന് പറയും. അപ്പൊ ഓവറി ചിലപ്പോൾ നമുക്ക് ഈ സർജറി കഴിയുമ്പോൾ, യൂട്രസിന്റെ സർജറി കഴിയുമ്പോൾ നമുക്ക് റേഡിയേഷൻ ആവശ്യമുണ്ട്. അപ്പൊ റേഡിയേഷൻ ചെയ്യുമ്പോൾ ഈ ഓവറി നശിക്കാതിരിക്കാനായിട്ട് ആ ഭാഗത്തുനിന്ന് എടുത്ത് മേളിലോട്ട്, അത് വേറെ റേഡിയേഷൻ കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടത്തില്ല. അണ്ടം എടുക്കുക എന്നുള്ളതാണല്ലോ ഇതിന്റെ പ്രയോജനം. ഒരു ബയോളജിക്കൽ ആയിട്ട് സ്വന്തമായിട്ടുള്ള കുട്ടി ഉണ്ടാവുക, അതിനാണ് നമ്മൾ ഈ ഓവറി വെക്കുന്നത്.
പിന്നെ ഹോർമോണിന്റെ ആൾക്ക് ഹോർമോൺ കിട്ടാനും വേണം. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ഇത് ഓവറി വെക്കുന്നതിന്റെ ഉദ്ദേശം അണ്ടം എടുക്കുക, കുട്ടി ഉണ്ടാകാനുള്ള. അപ്പം ഇത് സ്ത്രീയുടെ അണ്ടവും എടുത്ത് ഇത് ടെസ്റ്റ് ട്യൂബിൽ ജോയിൻ ചെയ്തിട്ട് ഒരു സറോഗേറ്റ് മദറാണ് അതിന് പിന്നീട് ഇത് അണ്ടം വഹിക്കുന്നത്. ഈ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ വഹിക്കുന്നത് ഒരു ഗർഭാശയ വാടകയ്ക്കെടുത്ത് ഒരു സറോഗേറ്റ് മദറാണ്. എന്നിട്ട് നമുക്ക് പക്ഷെ ബയോളജിക്കലായിട്ട് നമ്മുടെ കുട്ടിയെ കിട്ടും. അപ്പൊ അതൊക്കെ വളരെ കോമൺ ആയതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇത് തന്നെ ഞങ്ങളുടെ തന്നെ ഒരു പേഷ്യന്റ് 23 വയസ്സില് ഈ ഗർഭാശയ ക്യാൻസർ വന്നിട്ട് അത് എർലി സ്റ്റേജ് ആണെങ്കിലും ഗ്രേഡ്, അപ്പൊ ഗ്രേഡും കുറവായിരിക്കണം, എർലി സ്റ്റേജും ആയിരിക്കണം. പക്ഷെ അപ്പം മസിലിലോട്ട് ഇച്ചിരി പിടുത്തം ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് യൂട്രസ് എടുത്തു. പക്ഷെ അത് പിന്നെ വെച്ചോണ്ടിരുന്ന അതില് സ്പ്രെഡ് ചാൻസ് കൂടുതലും ഉണ്ട്. ആദ്യം നമ്മൾ എപ്പോഴും ക്യൂർ ആണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും മറ്റേ ആളിന്റെ ഈ ഫെർട്ടിലിറ്റി ഒക്കെ നോക്കുക. ആദ്യം നമ്മൾ എപ്പോഴും നോക്കുന്നത് ക്യാൻസറിന്റെ ക്യൂർ ആണ്. ക്യൂറിനെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് അത് ആരും നോക്കാറില്ല. നമ്മുടെ ഇപ്പോഴും പരമപ്രധാനം ക്യാൻസർ ക്യൂർ തന്നെയാണ്. അത് കഴിഞ്ഞേ ബാക്കി എന്തും വരുന്നുള്ളൂ. അപ്പം അല്ല നമ്മൾ കുട്ടി ഉണ്ടായിട്ട് അമ്മയില്ലാതാകുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ ഒരിക്കലും ആക്കാനായിട്ട് ആൾക്കാരോട് പറയില്ല. ഇങ്ങനെ ഈ അണ്ടാശയം നിങ്ങൾ കാണുന്നത് ഇതൊരു അണ്ടാശയമാണ്. ഇത് വയറിന്റെ തൊലിയാണ് ഈ കാണുന്നത്. അതിന്റെ തൊലിയുടെ അടിയിലേക്ക് ഈ അണ്ടാശയം എടുത്തു വെച്ചു. ഇങ്ങനെ ഇവിടുന്ന് താഴെ നിന്നെടുത്ത് ഈ അണ്ടാശയം മേളിൽ കൊണ്ടുവന്ന് വയറിന്റെ തൊലിയുടെ അടുത്തേക്ക് എടുത്തു വെച്ചു. അത് പിന്നെ 2012 ഈ സർജറി ചെയ്തിട്ട് 2016 ഈ കുട്ടികൾക്ക് അപ്പൊ ഒരു കുട്ടി ഉണ്ടാകാനുള്ള ചോദിച്ചു. അപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് ബേബിക്ക് ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ബാക്കിയെല്ലാം ടെസ്റ്റ് ചെയ്തു. വേറെ ഇതുകൊണ്ട് സ്പ്രെഡ് ഒന്നും ഇല്ല. അപ്പൊ ഇതിന്ന് ചെന്നൈയിൽ അവര് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയത്. കമല ശെൽവരാജിന്റെ രേഖയുടെ സിസ്റ്ററാണ് ഈ കമല ശെൽവരാജ്. പുള്ളിയുടെ മകൾ ഡോക്ടർ പ്രിയ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ആണ് ഈ ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടാക്കി വേറൊരു അമ്മയിൽ വെച്ച് വാടകയ്ക്കെടുത്ത ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെയാണ് അപ്പൊ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓവറിന്ന് അണ്ടമെടുത്ത് ടെസ്റ്റ് ട്യൂബ് ശിശുവാക്കി വെച്ച് കുട്ടി ഉണ്ടാകുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു പൊസിഷനിൽ വെച്ചാൽ നമ്മൾ അണ്ടം എടുക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഇത് ചിലപ്പം ചില ഓവറിയൊക്കെ ചിലപ്പോൾ ക്യാൻസർ, ഇപ്പം ഗർഭാശയ ക്യാൻസർ പെട്ടെന്ന് ഓവറിയിലേക്ക് അണ്ടാശയത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാം. അതുകൊണ്ട് നമുക്കത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ഒന്ന്, നമ്മൾ ഇതിനെ മാറ്റി വെക്കുന്നതിന്റെ ഒരു കാര്യം, റേഡിയേഷൻ അഥവാ എടുക്കേണ്ടി വന്നാൽ റേഡിയേഷന്റെ ഇഫക്റ്റ് ഇതിന് പാടില്ല. നമുക്ക് സർജറി എല്ലാം ചെയ്ത് റിപ്പോർട്ടെല്ലാം വന്നേലേ നമുക്കറിയത്തുള്ളല്ലോ റേഡിയേഷൻ വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ സർജറി ചെയ്യുമ്പോഴേ ഈ ഓവറി എടുത്ത് സുരക്ഷിതമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഒന്നീ വയറിന്റെ മേളിൽ കൊണ്ടുവയ്ക്കും, അല്ലെ ഇതേപോലെ വെളിയിൽ കൊണ്ട് സുരക്ഷിതമായിട്ട് വെക്കും. രണ്ടാമതൊരു കാര്യം, പിന്നെ എപ്പോഴും ഈ ഓവറി നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് അൾട്രാസൗണ്ട് ആണ് അതിന് പറ്റിയതൊന്ന്. വയറില് അകത്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും അൾട്രാസൗണ്ട് വെച്ചിട്ട് ഒരു ട്യൂമറൊക്കെ വന്നാൽ അറിയാൻ പാടാണ്, സ്പ്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴേ ഇത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതില് ട്യൂമർ വരുന്നത്. ഇതാണ് അതിന്റെ, ഇത് വയറിനകം, ഇത് മേളിലെ വയറിന്റെ ഭിത്തിയാണിത്. ആ ഭിത്തിയുടെ മേളില് തൊലിയുടെ ഫാറ്റിന്റെ അടിയിലാണ് ഈ ഓവറി വെച്ചിരുന്നത്. അപ്പൊ അതിൽ നിന്നാണ് അണ്ടമെടുത്ത് കുട്ടി ഉണ്ടായി. ഇപ്പൊ കുട്ടിക്ക് ഇപ്പൊ അത് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, 3 വയസ്സായി. പിന്നെ നമുക്ക് ഓവറി, ഇപ്പൊ അണ്ടാശയത്തിന് ക്യാൻസർ വന്നാൽ എന്താണെന്ന് നോക്കാം. അപ്പൊ അണ്ടാശയത്തിന് ക്യാൻസർ വന്നാലും ഇതുപോലെ ഏർലി സ്റ്റേജിലേ നമുക്ക് അണ്ടാശയം വെച്ചുള്ള സർജറി പറ്റത്തുള്ളൂ. പക്ഷെ ചില കണ്ടീഷൻ, ജേം സെൽ ട്യൂമർ എന്ന് പറയുന്നതിൽ ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലോ മറ്റേ സ്റ്റേജ് കൂടിയാലും മറ്റേ ഓവറി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് ആ കണ്ടീഷൻസിൽ ജേം സെൽ ട്യൂമറിൽ മറ്റേ ഓവറി വെക്കുന്നതിൽ കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ ജേം സെൽ ട്യൂമർ എന്ന് പറയുന്ന മെയിനായിട്ട് 2 തരത്തിലുള്ള ട്യൂമറാണ് അണ്ടാശയത്തിൽ വരുന്നത്. ഒന്ന് അതിന്റെ പുറംചട്ടയിലുള്ള സെല്ലിന്ന് കോശത്തിൽ നിന്ന് ഉണ്ടാകുന്നത്, മറ്റേത് ഈ ബീജകോശങ്ങളെയാണ് നമ്മൾ ഈ ജേം സെൽ ട്യൂമർ എന്ന് പറയുന്നത്. അണ്ടം ഉണ്ടാക്കുന്ന കോശങ്ങളാണ് ജേം സെൽ ട്യൂമർ, ജേം സെല്ല്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ട്യൂമറുകളാണ് ജേം സെൽ ട്യൂമർ. അപ്പൊ അതിൽ നിന്ന് ആ ട്യൂമർ വരുവാണെങ്കിൽ നമുക്ക് മറ്റേ ഓവറിയും യൂട്രസും വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ എങ്കിൽ ഈ പുറംചട്ടയിൽ ഉണ്ടാകുന്ന ട്യൂമറുകളും ചിലപ്പം ചെറുപ്രായത്തിലുണ്ടാകാം. പക്ഷെ അതാവുമ്പോൾ നമുക്ക് ഏർലി സ്റ്റേജിൽ ഇതിന്റെ ഈ ഓവറിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന കണ്ടീഷൻസിൽ മാത്രമേ ഇത് ഓവറി വെച്ചുള്ള സർജറി പറ്റുള്ളൂ.
ഇതിപ്പോ ഒരു ലാപ്രോസ്കോപ്പിയിൽ ഇങ്ങനെ ഒരു ട്യൂമർ, ഇത് യൂട്രസ്, ഇതൊരു ഓവറിയുടെ ഒരു ട്യൂമറാണ്. അപ്പൊ ഈ ട്യൂമർ മാത്രം എടുത്തിട്ട് നമുക്ക് ഈ യൂട്രസും മറ്റേ സൈഡിലെ ഓവറിയും നമുക്ക് വെച്ച് സർജറി ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനത്തുള്ള കണ്ടീഷൻ. ഇതിൽ സ്പ്രെഡോ പുറത്തേക്ക് ഈ ഓവറിയുടെ പുറത്തേക്ക് ഗ്രോത്ത് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ട്യൂമർ മാറ്റിയിട്ട് ഇത് വെക്കാൻ പറ്റുന്നതാണ്. ഇത് ലാപ്രോസ്കോപ്പിയുടെ പിക്ചർ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ക്യാൻസറിന്റെ സാധ്യതയുണ്ട്, നമ്മൾ ഒരിക്കലും ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് സ്പ്രെഡ് വന്ന് സ്റ്റേജ് 1 വളരെ ഏർലി ആയിട്ടിരിക്കുന്ന സ്റ്റേജ് പെട്ടെന്ന് അത് സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്റ്റേജ് 4-ലോ 3-ലോ 4-ലോ ഒക്കെ ആകും. അതുകൊണ്ട് ഒവറിയൻ ട്യൂമർ എപ്പോഴും ലാപ്രോസ്കോപ്പി ചെയ്യണോ വേണ്ടയോ നമ്മൾ നല്ലതായിട്ട് ആലോചിച്ചിട്ട് കഴിവതും ഒരു 8 സെന്റിമീറ്ററിൽ കൂടുതലുള്ള ട്യൂമർ കഴിവതും ലാപ്രോസ്കോപ്പി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാൻ പാടില്ല. ക്യാൻസറിന്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പൊട്ടിക്കാനേ പാടില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ലാപ്രോസ്കോപ്പി ചെയ്യരുത് എന്ന് പറയുന്നത് ഓവറിയൻ ട്യൂമറിന്. ഇതുപോലും നമുക്കിപ്പം പ്രായോഗികമാണ്. ഇത് ഗർഭകാലത്തെ യൂട്രസ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. യൂട്രസ് ഇതിനകത്ത് കുട്ടി കിടക്കുന്ന യൂട്രസ് ആണ്. അപ്പൊ ഇതിന്റെ പുറകില് ഈ ഇതാണ് ഒരു ട്യൂമർ. 22 മാസം ഗർഭിണിയായി 22 ആഴ്ച ഗർഭിണിയായിരുന്നപ്പോഴത്തേക്ക് 22 ആഴ്ച ഗർഭിണിയായപ്പോഴാണ് ഈ ട്യൂമറുമായിട്ട് അവര് വേറെ ഇടത്തുനിന്ന് ഇവിടെ വരുന്നത്. വെളിയിൽ വർക്ക് ചെയ്യായിരുന്നു ഇവിടെ വരുന്നത്. അപ്പൊ ഈ ട്യൂമർ മാത്രം നമ്മൾ എടുത്തിട്ട് യൂട്രസും കുഞ്ഞും അതിനകത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്രസ് എടുക്കാതെ ട്യൂമർ എടുത്തു. അത് കഴിഞ്ഞിട്ട് കീമോതെറപ്പി 4 കീമോതെറപ്പി കൊടുത്തപ്പോഴത്തേക്കും അതിന് 36 ആഴ്ചയായി. അപ്പം അതിനെ ഡെലിവറി ചെയ്യിച്ചിട്ടാണ് ബാക്കി കീമോതെറപ്പിയും കൊടുത്ത്. അപ്പൊ ഡെലിവറി ചെയ്തത് സിസേറിയനാണ്. അപ്പൊ നമ്മുടെ മറ്റേ ഓവറി ആ സമയം എടുത്തു. യൂട്രസ് ഒക്കെ പിന്നീടാണ് എടുത്തത്. ഇതാണ് കുഞ്ഞ്. അവര് നിധി എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നിധി പോലെ അതിപ്പോഴും സുഖമായിട്ടിരിക്കുന്നു നിധി. അവർക്കതൊരു നിധി തന്നെയാണ്. അമ്മയും കുഞ്ഞും അവര് കുടുംബം സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ 8 വയസ്സ് 9 വയസ്സായിട്ടുണ്ടാവും. ഇനിയിപ്പം നമുക്ക് 2 ഓവറി എടുക്കേണ്ടി വരികയാണ്. ഇത് തന്നെ ഒരു കുട്ടി 8ാമത്തെ വയസ്സിൽ ഒരു ഓവറി എടുത്തതാണ്. പക്ഷെ അത് 20 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് മറ്റേ ഓവറിയിൽ ട്യൂമർ വന്നു. അത് സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമർ അല്ല, പക്ഷെ ട്യൂമർ വന്നു. നമുക്ക് ആ ഓവറി വെക്കാൻ പറ്റാത്ത ഇത്ര വലിയ ട്യൂമറായി. അപ്പൊ ആ ഓവറിയും എടുത്തിട്ട് യൂട്രസ് മാത്രമായിട്ട് വെച്ചു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ യൂട്രസ് മാത്രമായിട്ടാണെങ്കിലും ഇതുപോലെ പിന്നെ വേറെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ അണ്ടം കിട്ടത്തില്ല. വേറെ ടെസ്റ്റ് ട്യൂബ് ശിശു വേറെ ആരുടെയും അണ്ടം സ്വീകരിച്ച് ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉണ്ടാക്കി നമുക്ക് യൂട്രസിൽ വെക്കാവുന്നതാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് യൂട്രസ് വെച്ചാണ് ഇങ്ങനത്തുള്ള സർജറികളും യൂട്രസ് വെക്കാൻ പറ്റുന്നതിനൊക്കെ നമ്മൾ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു പ്രതീക്ഷയാവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നൊരു പ്രതീക്ഷ കുട്ടികൾക്കും ഏജിലുള്ളവർക്കൊക്കെ അത് തന്നെ നമുക്കൊരു പ്രതീക്ഷ കൊടുക്കുക എന്നും അവർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാനിപ്പോ ഇത്രയും പറഞ്ഞത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഇത് എപ്പോഴും ഏർലി ആയിട്ട് കണ്ടുപിടിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഏർലി ആയിട്ട് കണ്ടുപിടിക്കും? ഇത് ഈ ഓർഗനൊക്കെ വെച്ച് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് എന്തെങ്കിലും മാർഗങ്ങൾ വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഈ ആ മാർഗങ്ങളിൽ പ്രൈമറി പ്രിവെൻഷനും വരും, സെക്കൻഡറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല് രോഗം എന്തായാലും നമ്മൾക്ക് വരാൻ പോകുന്നില്ല. അത് ഏതെങ്കിലും ഒരു കാരണം ആ രോഗത്തിനുണ്ട്. ആ രോഗം മാറ്റി ആ കാരണം മാറ്റി രോഗം പ്രിവെന്റ് ചെയ്യുന്നതിനാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. വാക്സിനേഷനും അത് പ്രൈമറി പ്രിവെൻഷൻ, അതിന്റെ പ്രാഥമിക നിവാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പ്രാഥമിക നിവാരണത്തിലാണ് വാക്സിനേഷനും വരുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു റീസൺ, ഒറ്റ ഒരു റീസൺ ഇല്ല, നമുക്ക് ആ റീസൺ മാറ്റി അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അത് ഏർലി ആയിട്ട് കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം, ഏർലി ഡിറ്റക്ഷൻ. അപ്പൊ ഏർലി ഡിറ്റക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ചില ടെസ്റ്റുകളുണ്ട്. ഞാൻ അപ്പൊ ചെറിയ കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഈ പ്രിവെൻഷനിലെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഒരുപാട് അസുഖം വരുന്നതിന്റെ കാരണമാണ് പുകവലി. അപ്പം ഫസ്റ്റിലെ പ്രിവെൻഷൻ എപ്പോഴും നമ്മൾ പറയുന്ന ക്വിറ്റ് ടുബാക്കോ. ഇത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇപ്പൊ സെലിബ്രേറ്റ് ഇത് ചെയ്യാന് എന്തെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗദറിന് ഒക്കെ പുകവലിക്കുന്നവരുടെ കൂടി വരികയാണ്.
ഇപ്പൊ മറ്റേ ആൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഈ കുട്ടിക്ക് തന്നെ മറ്റേ സ്ത്രീക്ക് ഇഷ്ടമില്ലെങ്കിലും മറ്റൊരു പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പാസീവ് സ്മോക്കിംഗ്, ഒന്ന് ആക്റ്റീവ് സ്മോക്കിങ്, മറ്റേത് പാസീവ് സ്മോക്കിങ്. അപ്പൊ ഈ കുട്ടികൾക്ക് പോലും ഈ പാസീവ് സ്മോക്കിങ്ങിന്റെ ഇഫക്റ്റ് വളരെ കൂടുതലാണ്. ഒന്ന് പാസീവ് സ്മോക്കിങ്ങിന് ഇഫക്റ്റ് കൊണ്ട് കുട്ടിക്ക് തന്നെ ഉണ്ടാകുന്ന ജനറ്റിക് ചേഞ്ചസ്, അതിനുണ്ടാകുന്ന ഓരോ അസുഖങ്ങളെ, അതുകൂടാതെ അച്ഛനുണ്ടാകുന്ന പുകവലിക്കുന്നവർക്കുണ്ടാകുന്ന അച്ഛനോ അമ്മയ്ക്കോ പുകവലിക്കുമ്പോൾ ഒരു ജനറ്റിക് ചേഞ്ച് ഉണ്ടായിട്ടാണ് ക്യാൻസർ ആകുന്നത്. ഈവൻ ശ്വാസകോശ അർബുദവും ജനറ്റിക് ചേഞ്ച് ഉണ്ടായിട്ടാണ് ആകുന്നത്. അപ്പൊ ആ ജനറ്റിക് ചേഞ്ച് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ജനറ്റിക് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഇപ്പം ഈ പാസീവ് സ്മോക്കേഴ്സിന് പാസീവ് സ്മോക്കിങ്ങിന്റെ ഇഫക്റ്റിൽ അവർക്കും ചേഞ്ചസ് ഉണ്ടാകാം. അച്ഛനോ അമ്മയ്ക്കോ ജനറ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട്, അതും അവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പൊ കുട്ടികളിലുണ്ടാകുന്ന ഒട്ടുമിക്ക അസുഖങ്ങൾക്കും കാരണം ഇതുപോലുള്ള ജനറ്റിക് ചേഞ്ചുകളാണ്. അപ്പൊ നമ്മളിപ്പോ മാസ്ക്, ഇപ്പൊ കൊറോണ വന്നത് അതിനൊരു നല്ല കാര്യമുള്ളത്, എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുന്നു. ഇപ്പൊ തന്നെ നമ്മൾ എവിടെ നോക്കിയാലും എല്ലാവരും പറയും ജലദോഷമൊക്കെ കുറവാണ്, പനി കുറവാണ് എന്നുള്ളത്. അത് ഈ മാസ്ക് യൂസ് ചെയ്യുന്നതിന്റെ ഒരു നല്ല ഇഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ സ്മോക്കിംഗ് കൊണ്ട്, പാസീവ് സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാകുന്ന ക്യാൻസറുകളെല്ലാം തന്നെ ഈ മാസ്കിന്റെ ഉപയോഗം കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അതാണ് കോസെങ്കിൽ നമുക്ക് എന്തായാലും ക്യാൻസറിന്റെ കുറയണം. മാസ്ക് യൂസ് ചെയ്യുന്നിടത്തോളം കാലം ക്യാൻസറിന്റെ കുറച്ച് നാളെടുക്കും, പക്ഷെ അതിന്റെ റിസൾട്ട് അറിയാൻ ക്യാൻസറിന്റെ നിരക്ക് നമ്മൾ കുറയുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗർഭാശയകള ക്യാൻസർ, സ്തനാർബുദം, ഇതൊക്കെയാണ് ഈ സ്ത്രീകളിൽ വരുന്ന ക്യാൻസറുകളിൽ സ്മോക്കിങ്ങിന്റെ ഇഫക്റ്റ് പറയുന്നത്. സ്തനാർബുദത്തിനാണ് ആക്റ്റീവ് സ്മോക്കിങ്ങും പാസീവ് സ്മോക്കിങ്ങും പ്രശ്നമാണ്. ഗർഭാശയകളത്തിനാണ് മിക്കവാറും ആക്റ്റീവ് സ്മോക്കിംഗ് ആണ് കൂടുതൽ പ്രശ്നം പറയുന്നത്. ഗർഭാശയകളത്തിന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഈ അസുഖം ഉണ്ടാകുന്നതെങ്കിലും വൈറസ് ഇൻഫെക്ഷന്റെ സാധ്യത ഈ കാര്യങ്ങൾ, സ്മോക്കിങ് അല്ലെങ്കിൽ നമ്മുടെ ശുചിത്വമില്ലായ്മ, ഇതൊക്കെ വൈറസ് ഇൻഫെക്ഷന്റെ സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ക്യാൻസർ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ OP ഒക്കെ നോക്കുന്നതാണ്. പേഷ്യന്റ് ആണ് വളരെ ദൂരത്തിരിക്കും, മാസ്ക് ഒക്കെ ഇട്ട്, ഡിസ്റ്റൻസിങ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, ഷീൽഡ് എല്ലാം വെച്ചാണ് നോക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞു, ഇപ്പം സ്മോക്കിംഗ്, ആക്റ്റീവ് സ്മോക്കിങ്ങിലാണെങ്കിൽ സാധാരണ ചെറുപ്പക്കാരിലത്തെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാരണം ആക്റ്റീവ് സ്മോക്കിങ് പറയുന്നുണ്ട്. അപ്പം പെട്ടെന്നുള്ള ജനറ്റിക് ചേഞ്ച് ആയിരിക്കും, യങ്ങർ ഏജിൽ തന്നെ അവർക്ക് പെട്ടെന്നുള്ള ചേഞ്ചസ് വന്നിട്ട് യങ്ങർ ഏജിൽ തന്നെ ക്യാൻസർ ഉണ്ടാകുന്ന. പാസീവ് സ്മോക്കിംഗ് ആണ് കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും അതിന്റെ ഇഫക്റ്റ് വന്ന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ. അടുത്തത് മദ്യപാനം. ഇതേപോലെ തന്നെ ദൂഷ്യകരം തന്നെയാണ്, പക്ഷെ അത് മറ്റുള്ളവർക്ക് അതിന്റെ ദൂഷ്യം വരുന്നില്ല, അത് അവനവന് തന്നെയാണ് കൂടുതൽ ദൂഷ്യം. സ്മോക്കിംഗ് ഇതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. മറ്റുള്ളവർക്ക് കൂടുതൽ ദൂഷ്യം ചെയ്യുന്നത്, അത് അവർക്ക് ദ്രോഹം ചെയ്യുന്നതാണ് സ്മോക്കിങ്. ആൽക്കഹോൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുക, അവർ തന്നെ അതിന്റെ ദൂഷ്യഫലങ്ങൾ ഏറ്റുവാങ്ങുക. ഇതിനകത്ത് കുടലാണ് ഏറ്റവും കൂടുതൽ, മദ്യപാനം കൊണ്ട് ഏറ്റവും കൂടുതൽ ക്യാൻസറസ് നിരക്ക് കൂടുതൽ ഇരിക്കുന്ന കുടൽ ക്യാൻസറിനാണ്, സെക്കൻഡ് ബ്രസ്റ്റ് ക്യാൻസറിന്. പിന്നെ ഇത് അന്നനാളം, വായ്ക്കകത്തെ ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, പിന്നെ കുറച്ച് ലാരിങ്സ്, വോയിസ് ബോക്സിലെ ക്യാൻസർ, ലാരിങ്സ്, പിന്നെ ചെറിയൊരു ശതമാനം ലിവർ ക്യാൻസറുകൾ. 1, 2, 3, 4, 5, 6 ക്യാൻസേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഇഫക്റ്റില് ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. ഒരു ചെറിയ ശതമാനം പാൻക്രിയാസിലും ഉണ്ടാവും. ഡയബറ്റീസ് നമ്മുടെ ഒരു ജീവിത ശൈലിയുടെ പാർട്ടായിട്ടാണ് സ്മോക്കിങ്, ആൽക്കഹോളിസം, അതുപോലെ തന്നെ ഡയബറ്റീസും നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമ്മൾ വളരെ ടൈറ്റ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വരാതെയൊക്കെ നോക്കാം. ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഒരു ചെറിയൊരു ജനറ്റിക് അതിനുണ്ട്, എന്നാലും നമ്മൾ വളരെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് വരാതെ നോക്കാം. പിന്നെ വന്നാൽ തന്നെ അതിനെ നല്ലതായിട്ട് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാം. ഡയബറ്റിസ്, പ്രമേഹമുള്ളവരിൽ ഇതേപോലെ ക്യാൻസറുകളുടെ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മളിപ്പോ ഇതൊരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ കണക്കെടുത്താണ്, അതിൽ 1/3 30% ആൾക്കാർ ഡയബറ്റീസ് ആണ്, അതിന്റെ ഡയഗ്നോസില് പ്രമേഹം ഉള്ളവരായിരുന്നു. ഒരു പകുതി ആൾക്കാര് പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവരാണ്, തൈറോയിഡിന്റെ കുറവ്, രക്തസമ്മർദ്ദം, അങ്ങനെ പല തരത്തിലുള്ള ഡയബറ്റീസ്. അങ്ങനെ ഒരു 50% ആൾക്കാര് അത് അങ്ങനത്തെ കോമോർബിഡിറ്റീസ് ഉള്ളവരാണ്.
ഇത് ഡയബറ്റീസിനും ക്യാൻസറിനും അതിന് ജനറ്റിക് ആയിട്ട് തന്നെ ഒരു ടെൻഡൻസി ഉണ്ട് രണ്ടും ഒന്നിച്ച് വരാൻ. ഡയബറ്റീസ് ഉള്ളവർക്ക് പല കാരണങ്ങളും കൊണ്ട് ക്യാൻസർ വരാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്. അവർക്ക് ഒന്നാമത്തെ അവരുടെ വണ്ണം കൂടുതൽ, ചില ട്രങ്കൽ ഒബിസിറ്റി, നമുക്ക് വയറിലെ പുറമേ ഉള്ള ഭാഗങ്ങളിലൊക്കെ വണ്ണം കൂടുതലാണ്, കാലും കൈയും ശോഷിച്ചിരിക്കും. അപ്പൊ ആ വണ്ണം കൂടുതലുള്ള പാർട്ടുകളില് നമ്മൾ കോശങ്ങളിലെ കൊഴുപ്പ് കോശങ്ങളില് സ്ത്രീ ഹോർമോൺ കൂടുതലായിട്ടുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് കോശങ്ങളില് ഓക്സിജനും ഗ്ലൂക്കോസും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇൻസുലിന്റെ പ്രവർത്തനം കുറയുവാണ്, പ്രത്യേകിച്ച് മസിലുകളില്, പേശികളില് അവർക്ക് ഗ്ലൂക്കോസും ഓക്സിജനും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതെന്ന് വെച്ചാൽ ഇൻസുലിൻ അവിടെ അവർക്ക് ഇഫക്റ്റ് ആകുന്നില്ല. അപ്പം ബോഡി പിന്നെ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പോൾ ഇൻസുലിന്റെ ലെവല് ശരീരത്തിൽ കൂടും. അപ്പൊ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പൊ ഈ ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് ബ്രസ്റ്റിലും ഗർഭാശയത്തിലൊക്കെ ക്യാൻസർ വരാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുപോലെ വേറെ ടീനേജേഴ്സിലും യങ് സ്ത്രീകളിലും കാണുന്ന ഒന്നാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇതും ഇതേപോലെ ഒരു ക്യാൻസറിന്റെ അവരുടെ സെല്ലുലാർ ലെവലിലെ പ്രവർത്തനമൊക്കെ ഡയബറ്റീസ് പോലാണ്. അവർക്കും ശരീരത്തിലെ ഇൻസുലിൻ ലെവല് കൂടുതലായിരിക്കും, അവരുടെ പുരുഷ ഹോർമോൺ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പുരുഷ ഹോർമോൺ കൂടുതൽ കൺവേർട്ട് ചെയ്ത് സ്ത്രീ ഹോർമോണും കൂടുതലായിരിക്കും. അവരുടെ ബേസിക് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓവറിയുടെ പുറംചട്ടയില് സിസ്റ്റുകളെ, ചെറിയ സിസ്റ്റുകളെ നിരയായിട്ട് വെച്ചേക്കും. അതുകൊണ്ട് അവർക്ക് ഇത് പുറംചട്ട കട്ടിയായിട്ട് ഓവുലേഷൻ നടക്കത്തില്ല, അണ്ടം പുറത്തു വരത്തില്ല. അപ്പൊ അതുകൊണ്ട് അണ്ടോൽപാദനം നടക്കാത്തത് കൊണ്ട് അണ്ടോൽപാദനത്തിന് മുമ്പുള്ള ഹോർമോൺ ഈസ്ട്രജൻ എന്ന് പറയും, സ്ത്രീ ഹോർമോൺ. അത് കഴിഞ്ഞുള്ളതാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പൊ ഈ പ്രൊജസ്ട്രോൺ ഉണ്ടാകുന്നില്ല. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ രണ്ടും കൂടെ നമുക്ക് ഒരു ബാലൻസ് ചെയ്ത് സന്തുലിതാവസ്ഥയിൽ പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് പല അസുഖങ്ങളും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈസ്ട്രജൻ എപ്പോഴും ഗ്രോത്ത് കൂട്ടുന്നതാണ്. അപ്പൊ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനാണ് ഇത് കഴിഞ്ഞ് പ്രൊജസ്ട്രോൺ വരുന്നത്. അപ്പൊ പ്രൊജസ്ട്രോൺ വരാത്തത് കൊണ്ട് ഈ ഗ്രോത്ത് കൂടി തന്നെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഇതിന് കൂടുതലാണ്, ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിന്. ഇത് 30 വയസ്സ് ടീനേജേഴ്സിൽ ഇപ്പൊ എനിക്കൊരു 30-40% ആൾക്കാർക്കും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലിയിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും ഈ അസുഖം കൂടുതലും അവർ ഏജിൽ വരുന്നത്. അവർക്ക് എന്താണ് അവരുടെ പ്രധാന ലക്ഷണം? മാസമുറ വരത്തില്ല. മാസമുറ താമസിച്ച് 5-6 മാസമൊക്കെ മാറിയേ വരുള്ളൂ. നമ്മൾ 18 വയസ്സ് വരെ മാസമുറ അങ്ങനെ റെഗുലർ ആകത്തില്ല. ചിലപ്പോൾ 2-3 മാസമൊക്കെ താമസിച്ചേ വരുള്ളൂ. റെഗുലർ ആകുന്ന 18 വയസ്സ്, 18 പ്യൂബർട്ടി ആയിട്ടേ റെഗുലർ ആവുള്ളൂ. പക്ഷെ അപ്പം നമ്മൾ വെറുതെ ഈ ഹോർമോൺസ് ഒന്നും ആ ഒരു ഏജ് വരെ കഴിക്കരുത്. ഹോർമോൺസ് വെറുതെ കഴിക്കുന്നതും ഇങ്ങനത്തുള്ള അസുഖങ്ങൾ കൂടുതൽ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, ഇതെല്ലാം ഈ ഒരു അസുഖം, ഫാമിലി ഹിസ്റ്ററി, ഡയബറ്റീസിന്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ ഒരു അസുഖം പോളിസിസ്റ്റിക് ഓവറി കൂട്ടുന്നതാണ്. അപ്പൊ അവർക്ക് വേറെ എന്തൊക്കെ വരാൻ ചോദിച്ചാല് പ്രമേഹം ഇവരിൽ കൂടുതലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രമേഹത്തിന്റെ ഒരു ചേഞ്ചസ് ആണ് ഇവരുടെ കോശത്തിന്റെ ആ ഒരു ലെവലില് ഉണ്ടാകുന്ന പ്രമേഹത്തിന്റെ ചേഞ്ചസ് ആണ്. അപ്പൊ കൊളസ്ട്രോൾ ഹൈ ആകാം, രക്തസമ്മർദ്ദം കൂടാം, അവർക്ക് ഹാർട്ട് ഡിസീസ്, അവരുടെ ഹൃദയാഘാതം, അങ്ങനത്തെ ഉള്ള ഹാർട്ട് ഡിസീസ് കൂടുതലായിരിക്കും. പിന്നെ പക്ഷെ ഇത് പെട്ടെന്ന് പിന്നെ അവർക്ക് ഇമോഷണൽ പ്രോബ്ലംസ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രോമവളർച്ച കൂടുതല് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഇമോഷണൽ പ്രോബ്ലംസും അല്ലാതെ തന്നെ ഇതിന്റെ ഹോർമോണൽ വ്യതിയാനം കൊണ്ടായിരിക്കും ഇമോഷണൽ ചേഞ്ചസ്, മാനസിക വിഭ്രാന്തി ഉള്ളവർ കൂടുതലാണ്. അതിനകത്ത് മാനസിക സമ്മർദ്ദം കൂടുതലുള്ളവരാണ് 80-90% പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക്. പക്ഷെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റും എക്സസൈസും കൊണ്ട് വളരെ പെട്ടെന്ന് അതിന്റെ ചേഞ്ചസ് ഇതിൽ നിന്ന് ഒരു റിവേർട്ട് ചെയ്യുന്ന, ഇത് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് എക്സസൈസ് കൊണ്ട് ഈവൻ വണ്ണമില്ലാത്ത ആൾക്കാർ പോലും എക്സസൈസ് തുടങ്ങിയാൽ പെട്ടെന്ന് അവരുടെ മെൻസസ് ഒക്കെ റെഗുലർ ആകും. പക്ഷെ രോമം വന്നത് നമുക്ക് പോകത്തില്ല, പക്ഷെ മെൻസസ് ഒക്കെ റെഗുലർ ആകും. അവർക്ക് ഒരു നോർമൽ ലൈഫിലേക്ക്, ഒരു ഇതിലേക്ക്, റുട്ടീനിലേക്ക് വരുന്നത് കാണാം. ഇതിലെങ്ങനെയാണ്, എന്തൊക്കെയാണ് ക്യാൻസറുകൾ വരാൻ പറ്റുന്നത്? ഇപ്പൊ യൂട്രൈൻ ക്യാൻസർ ആണെങ്കിൽ ഗർഭാശയ ക്യാൻസറിന് 6 ടൈംസ് ആണ് കൂടുതൽ, 6 മടങ്ങ് കൂടുതലാണ് ഗർഭാശയ ക്യാൻസർ കാണുന്നത്. ഒവേറിയൻ ക്യാൻസറും പാൻക്രിയാറ്റിക് ക്യാൻസറും 2 മടങ്ങ് കൂടുതൽ, ബ്രസ്റ്റ് ക്യാൻസർ ഇവരിൽ കൂടുതലാണ്.
അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചില കാര്യങ്ങൾ, ചില റിസ്ക് ഫാക്ടേഴ്സ് ഇവർക്കുണ്ട്. വണ്ണം കൂടുതല്, പുരുഷ ഹോർമോൺ കൂടുതലാണ്, ഇൻസുലിൻ ലെവൽ അവർക്ക് കൂടുതലാണ്. അവരുടെ ഈ പുരുഷ ഹോർമോൺ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് സ്ത്രീ ഹോർമോൺ, പുരുഷ ഹോർമോൺ അല്ല സ്ത്രീ ഹോർമോണിലാക്കി കൂടുതൽ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് സ്ത്രീ ഹോർമോൺ കൂടുതലാണ്. പിന്നെ അവരുടെ ഇതിനൊക്കെയുള്ള എന്തെങ്കിലും ചികിത്സയ്ക്ക് മരുന്നെടുക്കുന്നതെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ടുള്ള ചില മരുന്നുകൾ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടും ഉണ്ട്. പിന്നെ വണ്ണം കൂടുതലും ഇതേ ചേഞ്ചസ് ഒക്കെയാണ്. ഇപ്പൊ ഈ ഗ്ലൂക്കോസും ഓക്സിജനും നമുക്ക് സെല്ലിന് നീര് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതുപോലെ തന്നെ ഇൻസുലിൻ ലെവൽ കൂടും, ഈസ്ട്രോജൻ ലെവൽ കൂടും. അങ്ങനെയാണ് ഇതിന്റെ എല്ലാം ഒരു സെല്ലുലാർ ലെവലിലുള്ള പ്രവർത്തനം മിക്കതിനും ഒന്ന് തന്നെയാണ്. പിന്നെ ചില ജനറ്റിക്കായിട്ട് ചില പദാർത്ഥങ്ങളും അതിൽ നിന്നൊക്കെ ചില ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാക്കാം. ബ്രസ്റ്റ് ക്യാൻസർ പിന്നെ പ്രത്യേകിച്ച് പ്രായപൂർത്തി ആയി കഴിഞ്ഞ് വണ്ണം വെക്കുന്നവർക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ. ചെറുപ്പത്തിലെ വണ്ണം ഉള്ളവർക്കല്ല, പ്രായപൂർത്തി ആയി കഴിഞ്ഞ് വണ്ണം വെക്കുന്നവർക്കാണ്. പിന്നെ അവർക്ക് തന്നെ ഗർഭാശയ ക്യാൻസറും വണ്ണം കൂടുതൽ, ഡയബറ്റിസ് ഇതൊക്കെ ഉള്ളവരിൽ ഗർഭാശയ ക്യാൻസറിന്റെ ഇൻസിഡൻസ് നിരക്കും വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഒരു 80% ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഡയബറ്റീസും വണ്ണം കൂടുതലും ഒക്കെ ഉള്ളവരെ ആയിരിക്കും നമ്മൾ ഈ ഗർഭാശയ ക്യാൻസറുമായിട്ടുള്ളവരെ നോക്കുമ്പോൾ ഇവർക്ക് ഇത് ഉണ്ടാവും. അതിന് ഇതിന് പറയുന്നതാണ് കോർപ്പസ് ക്യാൻസർ സിൻഡ്രോം. പിന്നെ വരുന്നത് ഫാറ്റ് ബെല്ലി ഇതിൽ വരുന്നത് കുടൽ ക്യാൻസറുകളാണ്, മലാശയം കുടൽ ക്യാൻസറുകൾ. പിന്നെ കുറെ ക്യാൻസറുകൾ അതുമായിട്ട് വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ചെറിയ അതിലെ കിഡ്നി, അന്നനാളം, അതൊക്കെ വണ്ണവുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഗാസ്ട്രിക് ജ്യൂസ് ഇങ്ങനെ മേളിലോട്ട് വരുന്നത് കൊണ്ട് അവിടെ ചേഞ്ചസ് ഒക്കെ വന്നാണ് അന്നനാളത്തിലൊക്കെ ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. ചെറിയ നിരക്കില് ലിവർ, പാൻക്രിയാസ്, പ്രോസ്റ്റേറ്റ് ഇതൊക്കെ കൂടുതലാണ് വണ്ണമുള്ളവരിൽ. പിന്നെ ക്യാൻസർ പ്രിവെൻഷനിൽ വാക്സിനേഷൻ പറഞ്ഞു, ഞാനത് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് എർലി ഡിറ്റക്ഷൻ അല്ല, കംപ്ലീറ്റ് പ്രിവെൻഷൻ ഉള്ളതാണ് വാക്സിനേഷന്. ഇപ്പൊ നമുക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ് വന്നിരിക്കുന്നത്. അത് ഗർഭാശയകള ക്യാൻസറിനായിട്ടാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്, ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ടാണ്. 10 തൊട്ട് 26 വയസ്സ് വരെയാണ് അതിപ്പോ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക്. പുറത്തുള്ള കൺട്രീസിൽ ഇപ്പം ഓസ്ട്രേലിയ, കാനഡ ഒക്കെ ബോയ്സിന്റെ വാക്സിനേഷൻ ആ ഏജിൽ വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്. ബോയ്സ് ആണുങ്ങളില് പുരുഷന്മാരിലുള്ള ചില ക്യാൻസറുകൾ എന്ന് വെച്ചാല് പുരുഷന്മാരിലും സ്ത്രീകളിലും മലാശയ ക്യാൻസർ, വായിലെ ക്യാൻസർ ഒക്കെ രണ്ടുപേർക്കും വരുന്നതാണല്ലോ. അപ്പൊ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഈ മറ്റ് ക്യാൻസറുകള്, വായിലെ ക്യാൻസർ, പ്രത്യേകിച്ച് തൊണ്ടയുടെ ആ റീജിയനിലുള്ള, വായുടെ ഏറ്റവും അറ്റത്ത് ആ റീജിയനിലുള്ള ക്യാൻസർ, മലാശയ ക്യാൻസർ, അതൊക്കെ നമുക്ക് ഇതുമായിട്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകളൊക്കെ ഇതുകൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ക്രീനിങ്, ഇതൊക്കെ എർലി ഡിറ്റക്ഷൻ ആണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് എർലി ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് സ്ക്രീനിങ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ സ്ക്രീനിങ് ചെയ്യാവുന്ന ക്യാൻസേഴ്സ് ഗർഭാശയകള, ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിൽ ഗർഭാശയകള ക്യാൻസർ ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏത് ക്യാൻസർ എടുത്തു നോക്കിയാലും ഗർഭാശയകള ക്യാൻസർ തന്നെയാണ് മോസ്റ്റ് സ്ക്രീനബിൾ. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, വായ്ക്കകത്തെ ക്യാൻസർ, കുടൽ ക്യാൻസറുകൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതൊക്കെയാണ് സ്ക്രീൻ ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാൻസറുകൾ. ഞാൻ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒന്നും ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഹോർമോണൽ കുറച്ച് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാൻ ഞാനിപ്പോ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാമല്ലോ അതിന്റെ. അപ്പൊ ഹോർമോണൽ ഉപയോഗം നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം ഈ ഗൈനക്കോളജിക്കൽ ക്യാൻസർ പറയുന്നതുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ അധികം പറയാറ്. പിന്നെ ബ്രസ്റ്റിന് തന്നെ ഇത് എർലി ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, ഫിസിഷ്യൻ എക്സാമിനേഷൻ, മാമോഗ്രഫി. അപ്പൊ എപ്പോഴും ബ്രസ്റ്റിന്റെ എക്സാമിനേഷൻ ചെയ്യേണ്ടത് കൈയുടെ പ്രതലം കൊണ്ട് വേണം ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാന്. നമുക്ക് ചുറ്റിനും നോക്കുകയോ പുറകിൽ നിന്ന് സൈഡിൽ നിന്ന് മധ്യഭാഗത്തേക്ക് വരികയോ മേളിൽ നിന്ന് താഴോട്ടോ താഴെ നിന്ന് മേളിലോട്ടോ ഇത് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാവുന്നതാണ്.
ഇത് മമ്മോഗ്രഫി, അതൊരു സ്പെഷ്യലായിട്ടുള്ള എക്സ്റേ ആണ് മമ്മോഗ്രഫി. ഇതിനകത്ത് ഇതാണ് ഒരു ക്യാൻസർ ട്യൂമർ ആണ് ഇത്. ചിലപ്പോൾ നമുക്ക് ഈ മമ്മോഗ്രഫിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ക്യാൻസർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും, ഇപ്പം ഡോക്ടർ ഈ മമ്മോഗ്രാം കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത് തുടർ പരിശോധന ഏത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള മമ്മോഗ്രാമില് തുടർ പരിശോധന മമ്മോഗ്രാം തന്നെ ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു പ്രയോജനം കിട്ടത്തില്ല, ട്യൂമറുകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം അൾട്രാസൗണ്ടോ MR മമ്മോഗ്രാമോ MRIയുടെ മമ്മോഗ്രാമോ ഏതെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് MR മമ്മോഗ്രഫി ആണ് നമുക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റിന്റെ സ്കാനിങ്. പക്ഷെ അതിന് ചെലവ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ആൾക്കാരിൽ ചെയ്യേണ്ടതുകൊണ്ട് ചെലവ് കുറഞ്ഞിരിക്കണം. അപ്പൊ അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പം ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെങ്കില് മറ്റേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ആവശ്യമുള്ളവരില് എല്ലാം, ചെറുപ്പക്കാരില് ഫാമിലി ഹിസ്റ്ററി ഉള്ള ചെറുപ്പക്കാരില് എല്ലാം MR മമ്മോഗ്രാം ആണ് ഇപ്പൊ നിർദ്ദേശിച്ചിട്ടുള്ളത്. ബ്രസ്റ്റിന്റെ സ്ക്രീനിങ് നിർദ്ദേശങ്ങളില് 45 തൊട്ട് 55 വയസ്സ് വരെ എല്ലാ വർഷവും മമ്മോഗ്രാം ചെയ്യണം. 55 വയസ്സ് കഴിഞ്ഞാല് 2 വർഷത്തിലൊരിക്കല്, 40 തൊട്ട് 45 വയസ്സ് വരെ ആണെങ്കിലും 2 വർഷത്തിലൊരിക്കൽ മതിയാവും. അപ്പൊ മമ്മോഗ്രാം ചെയ്യാത്ത വർഷങ്ങളിൽ നമ്മൾ ഒരു അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ 40 വയസ്സിന് താഴെ എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അപ്പൊ 40 വയസ്സിന് താഴെ തന്നെ നമ്മുടെ ടെസ്റ്റുകൾക്ക് പോകേണ്ടി വരും. അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പം ഗർഭാശയകള ക്യാൻസറിലേക്കാണ് വരുന്നത്. ഇത് ഞാൻ പണ്ട് RCCയിൽ ഇപ്പൊ എനിക്കൊന്ന് ഒത്തിരി വർഷങ്ങളായി 1997 ഗർഭാശയകള ക്യാൻസർ വന്നിട്ട് ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിലാണ് സർജറി ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് വന്നതുകൊണ്ട് നമ്മൾ ആദ്യം റേഡിയേഷനാണ് ഇവർക്ക് കൊടുത്തത്. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് രണ്ടാമത് വന്നതുകൊണ്ട് നമുക്ക് സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അപ്പോഴുള്ള ഈ റേഡിയേഷൻ കഴിഞ്ഞുള്ള സർജറി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, ഈ വേരുകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഗർഭാശയത്തിന്റെ ഉൾപ്പെടെ ഗർഭാശയത്തിന്റെ പുറകിലിരിക്കുന്ന മലാശയവും ഗർഭാശയത്തിന്റെ മുന്നിലിരിക്കുന്ന മൂത്രസഞ്ചിയും എടുത്ത് ഒന്നിച്ച് മാറ്റിയെങ്കിലേ നമുക്ക് തീർത്തും അത് ക്യാൻസറിന്റെ കോശങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ചുരുക്കം ചിലർക്ക് അതല്ലാതെ രണ്ടാമത് വരുമ്പോൾ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സർജറി ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മളോടും നമ്മുടെ സമൂഹത്തോടും ചെയ്യുന്ന ഒരു വലിയ കുറ്റമായിട്ട് തന്നെ നമുക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ അത് തോന്നാറുണ്ട്. പിന്നെ ആൾക്കാര് സ്ക്രീനിങ്ങിന് വരാത്തവര് നമുക്കൊന്നും ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഇല്ല. പക്ഷെ നമ്മൾ സമൂഹം ഇപ്പൊ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഉള്ള ക്യാൻസറാണ് ഗർഭാശയകള ക്യാൻസർ. അതിനു വേണ്ടിയിട്ട് നമ്മള് മലാശയവും മൂത്രാശയവും ഒക്കെ എടുത്തു മാറ്റി ബാഗി വെച്ചിട്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് നടക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഈ ഗർഭാശയകള ക്യാൻസർ ഉണ്ടാക്കുന്നത്. 98-99% ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് വേറെ മലാശയ ക്യാൻസർ, വയല ക്യാൻസർ, പുരുഷലിംഗാർബുദം ഒക്കെ ഉണ്ടാക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതും ഉണ്ടാക്കുന്നുണ്ട് 4% ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഇപ്പൊ നിലവിലുള്ള വാക്സിനേഷനും ഞാൻ പറഞ്ഞു ഇത് സ്ത്രീകൾക്കാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് എപ്പോഴും ഇതെല്ലാം നമുക്ക് മനസ്സിൽ വെക്കണം. ഇനി ഒരു ക്യാൻസർ, ഗർഭാശയകള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത നമുക്കൊരിക്കലും വരാൻ പാടില്ല. 30 വയസ്സിന് താഴെ ഉള്ളവരെല്ലാം വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. 30 വയസ്സിന് മേളിലുള്ളവര് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് DNA ടെസ്റ്റിങ്, അതാണ് നമുക്കിപ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റിങ്. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള സ്ക്രീനിങ്ങിന് ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് DNA ടെസ്റ്റിങ്. ഇപ്പൊ പാപ്സ്മിയർ എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 150 വർഷത്തോളമായിട്ട് പ്രചാരത്തിലുള്ളതാണ്. പക്ഷെ അത് നമുക്ക് ആ സമയത്ത് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നേ അറിയാൻ പറ്റുള്ളൂ. HPV DNA ടെസ്റ്റിംഗ് ആണ് 5 വർഷത്തിനിടെ ക്യാൻസർ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഈ വൈറസ് ഇൻഫെക്ഷൻ ഗർഭാശയകളത്തിൽ ഉണ്ടോ എന്നറിയാനാണ് ഈ HPV DNA ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആ ചെറിയൊരു സർജറി ചെയ്യുകയോ ഇപ്പം കുട്ടികളൊക്കെ ഉള്ളവരിലാണ് ഗർഭാശയം എടുത്ത് മാറ്റിയോ നമുക്ക് ക്യാൻസർ വരാതെ നോക്കാൻ പറ്റുന്നതാണ് ഈ HPV DNA വൈറസ് ഉണ്ടെങ്കിൽ. യൂട്രൈനും അണ്ടാശയവും ഗർഭാശയ ക്യാൻസറുകളിലും നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകളെ എല്ലാ ജനറൽ പോപ്പുലേഷന് പറയുന്നില്ല. അത് ഹൈ റിസ്ക്, ഇപ്പം ഒരാൾക്ക് വീട്ടില്
ഇപ്പൊ നിങ്ങൾ ആഞ്ചലിന ജോളിയുടെ തന്നെ കേട്ടിട്ടുണ്ടാവും. ആഞ്ചലിന ജോളിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഫാമിലിയിൽ ഒത്തിരി ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളതുകൊണ്ട് ജീൻ ടെസ്റ്റിംഗ് ചെയ്തു. BRCA ബ്രസ്റ്റ് ക്യാൻസർ 1 ജീൻ പോസിറ്റീവ് ആയതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത 90%, 80 തൊട്ട് 90%, അണ്ടാശയ ക്യാൻസർ വരാനുള്ള സാധ്യത 50 തൊട്ട് 60%. അപ്പൊ അവര് ബ്രസ്റ്റ് രണ്ടും മാറ്റി റീകൺസ്ട്രക്ഷൻ ചെയ്തു, പുനർനിർമ്മിച്ചു. അണ്ടാശയം രണ്ടും മാറ്റി ഇത് ക്യാൻസർ ചെയ്യാനുള്ള ആയിട്ട് മാറ്റി നമ്മൾ ഓവർ ഫാമിലിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവറി തന്നെ അംഗങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഈ ബ്രസ്റ്റ് ക്യാൻസർ 1ഉം 2ഉം ജീൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ റിസ്ക് നോക്കി വേണ്ടുന്ന മാർഗങ്ങൾ ഒന്നുകിൽ ക്ലോസ് ആയിട്ട് സർവൈലൻസ് ചെയ്യുവോ, ക്ലോസ് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുവോ, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവരിൽ അല്ലെങ്കിൽ കുട്ടികളുള്ളവരിലാണെങ്കിൽ അതിന്റെ സർജറി ചെയ്ത് അത് പ്രിവെന്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ യൂട്രൈൻ ക്യാൻസർ വൻകുടല് കൂടുതൽ നല്ല സ്റ്റോർ ചെയ്യുന്നതിനാണ് റെക്ടം എന്ന് പറയുന്നത്. മറ്റേ ക്യാൻസർ ഒക്കെ കൂടുതലാണ് അവരിലാണ്. വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. കുട്ടികൾ നേരത്തെ യൂട്രസ് മാറ്റി അത് വരാതെ ക്യാൻസർ വരാതെ ചെയ്യുന്നതാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഓർഗൻ പ്രിസർവേഷൻ പറഞ്ഞ് ഇപ്പൊ പ്രിവെൻഷൻ പറയുമ്പോൾ നമുക്ക് എന്താണേലും അത് പറയണമല്ലോ. അപ്പൊ വരാതെ ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് അതിന്റെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ഫാമിലി അത് നോക്കേണ്ടതും നന്നാണ്. സിവിയർ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ചെയ്യുന്നതായിരിക്കും അത്. വീട്ടിൽ പറ്റുന്ന സ്റ്റേഷൻ എന്നിട്ട് ഓടാൻ പോയ വീട്ടില് ജോലികള് നമ്മുടെ എക്സസൈസ് വേണമെന്നതേ ഉള്ളൂ. പിന്നെ ഒത്തിരി ഓടാനും ചാടാനും ഇഷ്ടമില്ലാത്തവർക്ക് ഡാൻസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുകയായിരിക്കും നല്ലത്. താങ്ക് യു ഡോക്ടർ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും ശ്രദ്ധയ്ക്ക് നമ്മൾക്ക് ഡോക്ടറുമായിട്ട് നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനും ചാറ്റ് ബോക്സിൽ ക്വയറി പോസ്റ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സ്ക്രീനിന്റെ വലതുവശത്ത് മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വയറി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് മാം ചെയ്തോളൂ മാം, ചെയ്തോളൂ. മാം ഫോൺ നമ്പർ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമായിരുന്നു മാം, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട്. ഫോൺ നമ്പർ എവിടെ ഡിസ്പ്ലേ ചെയ്യണം? എനിക്കിത് സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല മാം, അങ്ങനെ നിന്നോട്ടെ. മാമിന്റെ ഫോൺ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ സ്ലൈഡ്? ഇല്ല, ഡിസ്പ്ലേ അങ്ങനെ സ്ലൈഡ് ചെയ്യാൻ ഇട്ടിട്ടില്ല. കുഴപ്പമില്ല അത് നമുക്ക് പറയാം. ഓക്കെ മാം, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സിന്ധു ആണ് ചോദിച്ചിട്ടുള്ളത്. മാഡം, ഈസ് ഇറ്റ് നെസസറി ടു റിമൂവ് ദ യൂട്രസ് ഇഫ് ദ സ്റ്റേജ് ഈസ് bulky uterus with fibroids and thickened?
മാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? തിക്കൻഡ് എൻഡോമെട്രിയം ആണോ? എൻഡോമെട്രിയം യൂട്രസ് മെഷേഴ്സ്. മാം കാണുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻ? എനിക്കിപ്പോ പറയുന്ന കേൾക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ സ്റ്റാറ്റിലുണ്ടോ? ഓക്കെ ഞാൻ പറഞ്ഞുതരാം. യൂട്രസ് മെഷേഴ്സ് 11.3 into 7.2 into 9 centimeter. Endometrium is 19 mm thick. D and C done 1 month before. Biopsy results shows squama columnar junction with endocervix, showing endocervicitis and ectocervix, showing keratotic and hyperplastic squamous epithelium with foci of mild dysplasia. എനിക്ക് പറയുന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയാം. DYSPLSI. അതാണ് മാം ക്വസ്റ്റ്യൻ. അത്രയും യൂട്രസിനകത്തെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത്? കേൾക്കുന്നുണ്ട്. വയസ്സ് പറഞ്ഞിട്ടില്ല. മാം അവിടെ നെറ്റ് ബ്രേക്ക് ആവുന്നുണ്ട് തോന്നുന്നു. ആണോ മാം? ഇടയ്ക്ക് നെറ്റ് ബ്രേക്ക് ആവുന്നുണ്ട് മാം. ഞാൻ പറയുന്ന നേരത്തെ കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? ഇപ്പൊ കേക്കാം. അയ്യോ, വീണ്ടും ബ്രേക്ക് ആയല്ലോ. മാം വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. അപ്പം ചിലപ്പോൾ പ്രോബ്ലം കാണില്ലായിരിക്കും. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. ഹലോ. ഇപ്പൊ കേൾക്കുന്നുണ്ട് മാം. ഹലോ കേൾക്കുന്നുണ്ട് മാം. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ Can you hear? കേൾക്കുന്നുണ്ട് മാം. സൗണ്ട് പോയല്ലോ മാമിന്. നെറ്റ് ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ട് മാം. ഹലോ മാം. ഇങ്ങോട്ട് വിളിക്കത്തില്ലേ? മറ്റേത് കണക്ട് ചെയ്യണോ? കിട്ടുന്നില്ലേ? മാം ഹലോ. കേക്കാമോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ പിന്നെ ഏജ് പറഞ്ഞിട്ടില്ലല്ലേ? ഏജ് പറഞ്ഞിട്ടില്ല മാം. ഏജ് പറഞ്ഞിട്ടില്ല. ഏജിന്റെ അനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ യൂട്രസിനകത്തെ ബയോപ്സിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇതിനകത്ത്. ഡിസ്പ്ലേസിയ എന്ന് പറയുന്നത് സർവീക്സിന്റെ കാര്യമാണ്. അപ്പൊ സർവീക്സ് നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ഇതുപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് DNA ടെസ്റ്റിംഗ് ചെയ്ത് നോക്കേണ്ടി വരും. യൂട്രസിനകത്തെ എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് നോക്കേണ്ടി വരും. അപ്പം അത് 19 എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. തിക്കനിങ് എൻഡോമെട്രിയം അത് മെൻസസ് ഉള്ളവരാണോ ഇല്ലാത്തവരാണോ അതിന്റെ അനുസരിച്ചാണ് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് നോക്കുന്നത്. ഓക്കെ മാം ചോദിച്ച പോലെ ഏജും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ മാമിനോട് ചോദിക്കാം. അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കണമെങ്കിൽ സ്വിച്ച് ഓൺ മൈക്ക് പറഞ്ഞാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അടുത്തതായി മാം, എന്റെ യൂട്രസ് നോർമൽ ആണ്. തിക്നെസ് 13 mm. പിന്നെ റൈറ്റ് ഓവറിയിൽ ചെറിയ സിസ്റ്റ് 3.5 cm ഉണ്ട്.
ഇത് പ്രോബ്ലം ഉണ്ടോന്നാണ്. നോർമൽ നിങ്ങൾ സാധാരണ ഒരു 45 വയസ്സിന് താഴെയാണെങ്കിൽ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഫൈൻഡിങ് ആണ്. 3.5 സെന്റിമീറ്റർ സിസ്റ്റ് കുഴപ്പമില്ല. 5 സെന്റിമീറ്റർ കൂടുതലാണ് സാധാരണ നമ്മളെ സിസ്റ്റിനൊക്കെ ഫോളോ അപ്പ് ഒക്കെ പറയാറുള്ളൂ. ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ എന്നൊരു ഫോളോ അപ്പ് വേണമെന്നേ ഉള്ളൂ. പ്രോബ്ലം അടുത്തതായി സിസ്റ്റ് ഉള്ളവർക്ക് അടുത്തതായി സിസ്റ്റ് ഉള്ളവർക്ക് IVF ട്രീറ്റ്മെന്റ് സക്സസ് ആകുമോ? മാരേജ് കഴിഞ്ഞിട്ട് 8 വർഷമായി. പോളിസിസ്റ്റിക് ഓവറിയുടെ കാര്യം ഞാനിപ്പോ പറഞ്ഞല്ലോ, അവർ കേട്ടോ? ആ സമയത്ത് എനിക്ക് കേൾക്കാറുന്നല്ലോ അല്ലേ? ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കാണ് ട്രീറ്റ്മെന്റ് സക്സസ് ആകാനുള്ള വിഷമം വരുന്നത് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ളവർക്കാണ്. അത് ഈ സാധാരണ സിസ്റ്റ് പോലല്ല, ചെറിയ ചെറിയ സിസ്റ്റുകൾ ഇങ്ങനെ ഓവറിക്ക് ചുറ്റുന്നതാണ്, ഓവറിയുടെ പുറംചട്ടയിൽ ഇരിക്കുന്നതാണ്. അപ്പൊ ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ആർട്ടിഫിഷ്യലായിട്ട് ഓവുലേഷൻ നടത്താനുള്ള ടാബ്ലറ്റുകളും ഇഞ്ചക്ഷനും ഒക്കെ കൊടുക്കും അവര്. പക്ഷെ ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊണ്ടും കുറെ കുഴപ്പങ്ങള് കുറച്ച് ചെറിയ. അപ്പൊ നമ്മുടെ ഈ ട്രീറ്റ്മെന്റ്. ഹലോ, കേൾക്കാമോ? ഓക്കെ മാം, ഇടയ്ക്ക് വീണ്ടും നെറ്റ് പോയായിരുന്നു കേട്ടോ മാം, ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ഹലോ, ടോക്കിലെ സമയത്ത് നെറ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? മാം ഇടയ്ക്ക് ബ്രേക്ക് ആയിപ്പോയി, കുറച്ച് മിസ്സായിട്ടാ കേട്ടത്. ആണോ? ഇത് ടോക്കും മിസ്സായിട്ടാണോ കേട്ടെ? അതെ അതെ അതെ, കുറച്ച് മിസ്സായ കേട്ടത്. മാം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്തായാലും ഡോക്ടർ, എൻഡോമെട്രിയാസിനുള്ള ചികിത്സ എന്താണ്? ഏജ് അനുസരിച്ച് എല്ലാത്തിന്റെയും ചികിത്സകൾ വരുന്നത്. ഇപ്പൊ എൻഡോമെട്രിയോസ് ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളവർ നമുക്ക് എൻഡോമെട്രിയോസിന് നടക്കേണ്ട കാര്യമില്ല, അതെടുത്ത് മാറ്റുകയാണ് നല്ലത്. പിന്നീട് അത് ക്യാൻസർ വരാനും ഒരു സാധ്യതയുള്ള ഒന്നാണ് എൻഡോമെട്രിയോസിസ്. പിന്നെ ചെറുപ്പക്കാരിലെ അത് ചികിത്സിച്ച് കുട്ടികളില്ലാത്തവരിലെ അത് ചികിത്സിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ മാം. അടുത്തതായി അബ്ഡമൻ ആൻഡ് ഹലോ മാം, ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട് മാം, അതാ. ഹലോ മാം, നെറ്റ് ഒന്നുകൂടി കറക്റ്റ് ചെയ്യാമോ? ഇടയ്ക്ക് വീണ്ടും ബ്രേക്ക് ആയി പോയി. കേൾക്കാമോ? ഹലോ, ഇപ്പൊ ശരിയായി മാം.
ഹലോ ശരി മാം, കേൾക്കാൻ ശരി പറ്റുന്നുണ്ടോ? ശരി ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. അബ്ഡമൻ ആൻഡ് പെൽവിക് സ്കാൻ ചെയ്താൽ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുമോ? ഇത് എൻഡോമെട്രിയൽ തിക്നെസ് നമുക്ക് കൂടുതലാണ് സ്കാനിൽ അറിയാം. ഇതൊക്കെ ബയോപ്സി നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. ക്യാൻസറിന്റെ എന്തെങ്കിലും ട്യൂമറുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. കുടലിനകത്ത് അല്ലാത്തതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. കിഡ്നിയിലെ ട്യൂമറുകൾ എല്ലാം സ്ക്രീനെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അതൊക്കെ തിക്നെസ്, യൂട്രസിനകത്ത് തിക്നെസ് കണ്ടാൽ നമുക്ക് ബയോപ്സി എടുത്തിട്ട് എന്നതാണെന്ന് നോക്കണം. ഓവറിയിൽ ആണെങ്കിൽ സിസ്റ്റുകളായിരിക്കും. അത് പിന്നെ നമ്മള് അതിന്റെ കട്ടിയുള്ള മുഴകൾ കൂടെ കൂടുതൽ സിസ്റ്റിന്റെ കൂടെ, സിസ്റ്റ് എന്ന് പറയുന്ന വെള്ളം കെട്ടി നിൽക്കുന്നതാണല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കട്ടിയുള്ള മുഴകളും കൂടെ ഉള്ളപ്പോഴാണ് ക്യാൻസർ സാധ്യത കൂടുതലുള്ളത്. അതിന്റെയൊക്കെ നമ്മൾ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാനുള്ളത്. അതും സാധാരണ 5 സെന്റിമീറ്റർ കൂടുതലുള്ളതിനാണ് അത് അങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ അത് പറ്റുന്നില്ല പിന്നെ MRI വെച്ച് നോക്കും. പക്ഷെ എല്ലാം ഏർലി ആയിട്ട് ഒരു കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര നല്ലതാണ് അൾട്രാസൗണ്ട്. അതൊരു ചീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് ധാരാളം മതി. സാധാരണ ഒരാൾക്ക് വയറിന്റെ ഒരു എന്ത് കണ്ടുപിടിക്കാനും നല്ല ഇൻവെസ്റ്റിഗേഷൻ ആണ് അൾട്രാസൗണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മറ്റു ടെസ്റ്റുകൾ ചെയ്യാൻ പോയാൽ മതി. സിംറ്റമുള്ളവർ ചിലപ്പോൾ മറ്റു ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുമായിരിക്കും. അല്ലാത്തവർക്ക് മിക്കവാറും എല്ലാം കുടലിനകത്തുള്ളത് അല്ലാത്തതെല്ലാം നമുക്ക് അൾട്രാസൗണ്ടിൽ അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ മാം. അടുത്തതായി മൾട്ടിപ്പിൾ സിസ്റ്റ് ഉണ്ടെങ്കിൽ മാം കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ സിസ്റ്റ് ഉണ്ടെങ്കിൽ ഓവറി റിമൂവ് ചെയ്യുന്നതാണോ നല്ലത്? ഈ മൾട്ടിപ്പിൾ സിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പൊ ഞാൻ പോളിസിസ്റ്റിക് മൾട്ടിപ്പിൾ സിസ്റ്റ് പറഞ്ഞല്ലോ, അതിന് ഓവറി റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ യങ്ങർ ഏജിലാണല്ലോ ഉണ്ടാകുന്നത്. പിന്നെ സിസ്റ്റ് തന്നെ ഏത് ടൈപ്പിലുള്ള സിസ്റ്റാണ്, വെള്ളം മാത്രം കെട്ടി നിൽക്കുന്ന പ്യുവർ സിസ്റ്റുകളാണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതില്ല. പ്രത്യേകിച്ച് 5 സെന്റിമീറ്റർ താഴെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കി എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടോ അതെല്ലാം ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. 5 സെന്റിമീറ്റർ കൂടുതൽ കട്ടിയുള്ള മുഴകളും ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഈ CA-125 എന്ന് പറയുന്ന ടെസ്റ്റ് ഒവറിയൻ ക്യാൻസറിന് ചെയ്യുന്ന ടെസ്റ്റാണ്. കൂടുമ്പോ എല്ലാം ക്യാൻസർ ഒന്നുമില്ല. എൻഡോമെട്രിയോസിനൊക്കെ അത് CA-125 കൂടാം. ഓക്കെ. അടുത്തതായി അടുത്ത ചോദ്യം മാം, സെർവൈക്കൽ ക്യാൻസർ ഉള്ള ഒരു പേഷ്യന്റ് എന്തൊക്കെ ഫുഡ് ആണ് കഴിക്കേണ്ടത്? അങ്ങനെ ഫുഡിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതില്ല. ഒരു ഹെൽത്തി ഡയറ്റ് അത്രയേ ഉള്ളൂ. ക്യാൻസറിന് ഇന്ന് കഴിച്ചാൽ ഇന്നത് ക്യാൻസർ വരത്തില്ല, രണ്ടാമത് വരത്തില്ല, അങ്ങനെയൊന്നും നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ എല്ലാ ക്യാൻസറിന് കഴിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കണം എന്നുള്ളതേ ഉള്ളൂ. ചില ക്യാൻസറൊക്കെ ഇപ്പം പ്രോസസ്ഡ് മീറ്റ്, ശീതളപാനീയങ്ങള്, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ ക്യാൻസർ വരാൻ പറ്റുന്ന ഒരു കാരണമാണെന്നേ ഉള്ളൂ. റിസ്ക് കൂട്ടുന്നേ ഉള്ളൂ. അല്ല ഇത് ക്യാൻസർ വരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ ഭക്ഷണപദാർത്ഥങ്ങള്, ഇലക്കറികള്, പഴവർഗ്ഗങ്ങള് ഒക്കെ അതിൽ ഉൾപ്പെടുത്തണം. എന്ന് വെച്ചാൽ അതിലൊക്കെ ആന്റി ഓക്സിഡന്റ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട്. അല്ലാതെ നമ്മൾക്ക് ഇപ്പൊ ഇന്ന ഭക്ഷണം കഴിച്ചാല് ക്യാൻസർ വരത്തില്ല, അല്ല ഇന്ന ഭക്ഷണത്തിൽ വരും, അങ്ങനെ റിസ്ക് കൂട്ടുന്നേ ഉള്ളൂ ചില ഭക്ഷണങ്ങൾ. ക്യാൻസർ പ്രത്യേകിച്ച് സർവൈക്കൽ ക്യാൻസർ ഒക്കെ ഇപ്പൊ ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അത് നമുക്ക് ഫുഡുമായിട്ട് വലിയ റിലേഷൻ പറയാനില്ല. അത് സ്റ്റേജ് അനുസരിച്ചാണ് അത് ക്യാൻസർ വന്നാൽ അത് രണ്ടാമത് വരുമോ ഇല്ലയോ എന്നുള്ളത്. ഒത്തിരിയും ക്യൂർ കിട്ടുന്ന ക്യാൻസർ ആണ് സെർവൈക്കൽ ക്യാൻസർ. ഈവൻ രണ്ടാമത്തെ സ്റ്റേജ് ആണെങ്കിലും 3ാമത്തെ സ്റ്റേജ് ആണെങ്കിലും ഒരു 70% ഒക്കെ ക്യൂർ ഉണ്ട്. മറ്റു ക്യാൻസറിനെക്കാളും വളരെ ക്യൂർ കൂടുതലാണ് സെർവൈക്കൽ ക്യാൻസർ. ഏർലി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും, ക്യൂറും കൂടുതലാണ്. മാം, അടുത്തതായി നമ്മള് മെൻസ്ട്രൽ സമയത്ത് പാഡ് ഉപയോഗിക്കുന്നത് ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അത് ഉപയോഗിക്കുന്നത്
ക്യാൻസർ. ഹൈജീനിക് അല്ലെങ്കിലാണ് നമുക്ക് ക്യാൻസർ വരാൻ ഈ ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യത കൂടുതലേ നമ്മൾ ഹൈജീനിക് അല്ല എന്നുണ്ടെങ്കിലാണ്. എപ്പോഴും ശുചിത്വം നോക്കണം. അതിപ്പം ശുചിത്വം ഇല്ലായ്മയിലാണ് കൂടുതൽ വൈറസ് ഇൻഫെക്ഷനും ക്യാൻസറും കൂടുന്നത്. ഓക്കെ മാം. അടുത്തത് എന്റെ അമ്മയ്ക്ക് ബ്രസ്റ്റിൽ കുറെ കാലമായി മുഴയുണ്ട്, കൂടെ പെയിൻ ഉണ്ട്, 45 വയസ്സായി, ഡോക്ടറെ കാണിച്ചിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത്? എന്ത് ടൈപ്പുള്ള മുഴകളാന്ന് പറഞ്ഞ മുഴകൾ അങ്ങനെ മുഴകൾ ഉണ്ട്. ഉള്ളതാണെങ്കിൽ എന്തായാലും ഒരു മമ്മോഗ്രാം ചെയ്യേണ്ട ഏജ് ആയിട്ടുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ എന്തായാലും 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, 45. അപ്പം എന്തായാലും മമ്മോഗ്രാം ചെയ്യാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങൾക്ക് വെയിറ്റ് ചെയ്യരുത്. WHO നിർദ്ദേശങ്ങൾ അല്ലെ ഇത് നമുക്ക് നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഇത്ര വയസ്സുകളിൽ ഇന്ന ടെസ്റ്റുകൾ ചെയ്യണമെന്ന്. അപ്പൊ ഈ പ്രത്യേകിച്ച് മമ്മോഗ്രാമിനൊന്നും ആൾക്കാർ ലക്ഷണങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനേ പാടില്ല. 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും മമ്മോഗ്രാം ചെയ്യാൻ തുടങ്ങണം. 45 വയസ്സ് വരെ അത് 2 വർഷത്തിൽ ഒരിക്കലായാലും മതി. 45 തൊട്ട് 55 വയസ്സ് വരെ എല്ലാ വർഷവും ചെയ്യേണ്ടതാണിത്. അപ്പൊ നമ്മളത് ഇതെന്തെങ്കിലും വന്നിട്ട് പോകാൻ നോക്കിയിരിക്കുകയും വേണ്ട. പിന്നെ പ്രത്യേകം എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ചെയ്യുന്നതാണ് നല്ലത്, പെട്ടെന്ന് പോയി ഡോക്ടറെ കാണിച്ചിട്ട്. പക്ഷെ ചിലരുണ്ട് ചിലപ്പോൾ മുഴകൾ കാണണമെന്നില്ല. അപ്പം ഒരു ഡോക്ടറെ എപ്പോഴും അതില് പ്രാവീണ്യമുള്ള ഒരു ഡോക്ടറെ കൂടെ എപ്പോഴും കാണണം ഈ മമ്മോഗ്രാം. ഓക്കെ മാം. ഒരു ക്വസ്റ്റ്യൻ. പോയിട്ടുണ്ടോ? കേൾക്കാമോ? ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വീണ്ടുപോയി. കേക്കാം. ഓക്കെ മാം, നമ്മൾ ഇപ്പൊ യൂട്രസിൽ മുഴകൾ വരുന്ന സാഹചര്യം ഇപ്പം വളരെ വൈകിയാണ് മിക്കവരും. ഹലോ ഹലോ കേക്കാമോ? കേക്കാം മാം. ഇടയ്ക്ക് വീണ്ടും ബ്രേക്കായി. ഓക്കെ മാം, ഈ യൂട്രസില് മുഴകൾ വരുന്ന സാഹചര്യം മിക്കവരും വളരെ വൈകിയാണ് ഇത് അറിയുന്നത്. അപ്പം ഇതിൽ നമ്മൾ ആദ്യം കണ്ടുവരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാമോ? ഈ സാധാരണ കണ്ടുവരാറുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ? യൂട്രസിലെ മുഴകൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഈ യൂട്രസിലെ മുഴകൾ എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ് ആണല്ലോ. യൂട്രസിന്റെ പേശിന്നുണ്ടാകുന്നതാണിത്. യൂട്രസിന്റെ പേശിന്നുണ്ടാകുന്ന ഫൈബ്രോയിഡുകൾ ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. തിക്നെസ് എൻഡോമെട്രിയമാണ് കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. കേക്കാം മാം, പറഞ്ഞു. ക്യാൻസർ ഒരു 0.5% മാത്രമേ ഫൈബ്രോയിഡ് ക്യാൻസർ ആകൂ. ഒരു 0.5% മാത്രമേ, 1% താഴെയാണ് ഫൈബ്രോയിഡ് ക്യാൻസർ ആകാനുള്ളത്. പിന്നെ വലിയ ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ട്, എടുത്തു മാറ്റുന്നത് നല്ലതാണ്. യൂട്രസ് ഉൾപ്പെടെയോ ഫൈബ്രോയിഡ് മാത്രമോ എടുത്തു മാറ്റുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ അതില് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ ഫൈബ്രോയിഡുകളിലൊന്നും ഇതുപോലെ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് അതല്ല നമുക്ക് ക്യാൻസറിന്റെ പ്രശ്നമുള്ളത്. എപ്പോഴും യൂട്രസിനകത്തെ ലൈനിങ്ങിലാണ് ക്യാൻസർ വരുന്നത്. അതിന്റെ സിംറ്റംസ് ഇതേപോലെ പിന്നെ മെൻസസുമായിട്ട് വ്യത്യാസം, ഇടയ്ക്കുള്ള ബ്ലീഡിങ് വരിക, മെൻസസ് കൂടുതലായിട്ട് വരിക, കൂടുതൽ നാള് നിൽക്കുക, ആ സിംറ്റംസ് തന്നെയാണ് അതൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനത്തെയുള്ള സിംറ്റം ഉള്ളവർ ഒരിക്കലും അവരിങ്ങനെ മെൻസസ് നിൽക്കാൻ വേണ്ടിയുള്ള സിംറ്റമാണ് എനിക്ക് കൂടുതലായിട്ട് വരുന്നത് അങ്ങനൊന്നും പറഞ്ഞിരിക്കാതെ, നോർമൽ മെൻസസ് അല്ലാതെ എന്ത് വ്യതിയാനം വന്നാലും നമ്മളത് കാര്യമായിട്ട് എടുത്ത് ഡോക്ടറെ കണ്ട് അതിന്റെ ടെസ്റ്റുകൾ ചെയ്ത് ഒന്നും കുഴപ്പമില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ. അടുത്തതായി എന്റെ അമ്മയുടെ ഹലോ, കേക്കാമോ മാം? ഹലോ കേക്കാം. ഓക്കെ ഡോക്ടർ, എന്റെ അമ്മയുടെ അമ്മയുടെ ചേച്ചിക്ക് അണ്ഡാശയത്തിൽ കുമിളകൾ പോലെ കാണപ്പെടുന്നുണ്ട്. 51 വയസ്സാണ്. ഇത് ട്രീറ്റ് ചെയ്താൽ മാറുമോ? പേടിക്കേണ്ടതുണ്ടോ? ഈ കുമിളകൾ എന്ന് പറയുന്നത് സിസ്റ്റുകൾ ആയിരിക്കുമല്ലോ, ചെറിയ സിസ്റ്റുകളിലെ ആയിരിക്കുമല്ലോ കുമിളകൾ എന്ന് പറയുന്നത്. അത് പേടിക്കേണ്ട ഒന്നല്ലത്.
ചെറിയ ചെറിയതാണെങ്കിൽ അതിന് കുഴപ്പമില്ല. പിന്നെ അതിന്റെ ടെസ്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ടെസ്റ്റുകൾ നോക്കണം, ഫോളോ അപ്പ് വേണം എന്താണെന്നുള്ളത്, ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്ത് അതിന്റെ എന്താണെന്നുള്ളത് നോക്കണം. അത്രേ ഉള്ളൂ. കുമിളകൾ എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടി ഇതിനാണല്ലോ നമ്മൾ കുമിളകൾ പറഞ്ഞത്. ഇത് ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. കട്ടിമുഴകളും കൂടെ ഉണ്ടെങ്കിലാണ് സാധാരണ ക്യാൻസർ സാധ്യത കൂടുതലുള്ളത്. ഓക്കെ. അടുത്തതായി മാം, 25 വയസ്സിന് മുൻപ് സെർവൈക്കൽ ക്യാൻസർ. ഹലോ മാം. കേൾക്കാം കേൾക്കാം. ഓക്കെ. 25 വയസ്സിന് മുൻപ് 25 വയസ്സിന് മുൻപ് സെർവൈക്കൽ ക്യാൻസർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ 26 വയസ്സ് വരെയാണ് ഇപ്പോഴത്തെ. ഏതെങ്കിലും 30 വയസ്സ് വരെ അതിന്റെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഹ്യൂമൻ പാപ്പിലോമ വൈറൽ ടെസ്റ്റിങ്ങോ പാപ്സ്മിയറോ 30 വയസ്സ് വരെ ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്യാതെ തന്നെ വാക്സിനേഷൻ ആണല്ലോ അല്ലേ? വാക്സിനേഷൻ ചെയ്യേണ്ട കാര്യമില്ല. വാക്സിനേഷൻ എടുത്താണ് ടെസ്റ്റ് ചെയ്യാറ്. ഓക്കെ മാം. അടുത്തതായി മാം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയോ? അത് കേട്ടു. Okay, madam, I have already done hysterectomy 3 years back. Because of ovarian tumor. Yeah. I am 40 years now. I want to know the follow-up procedures. How many years since the hysterectomy? 3 years. 3 years, ma'am. 3 years back. 3 years. 3 years back. ഒരു 5 years വരെ for 3 to അല്ല ഞാൻ പറഞ്ഞ 3 years വരെ 3 monthly ചെക്കപ്പ് ആണ്. അത് കഴിഞ്ഞാൽ 4 to 6 month ചെക്കപ്പ് ആണ്, ഫോളോ അപ്പ് ആണ് പറയുന്നത്. ഇയർലി ഉള്ള അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റുകള് എല്ലാം ചെയ്യണം. ഓക്കെ മാം. ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ CT സ്കാൻ പോകേണ്ട സാധാരണ നമ്മൾ പോകാറുണ്ട്. ഓക്കെ മാം. അടുത്തതായി ആൻമറിയ മാമിനോട് സംസാരിക്കണം. ആൻമറിയ എന്ന പാർട്ടിസിപ്പന്റ് സംസാരിക്കണം എന്നുണ്ട്. ആൻമറിയ മാമിനോട് സംസാരിച്ചോളൂ. ഹലോ, കേക്കാമോ? കേക്കാം. ഹലോ. എന്റെ ഫാദർ വേണ്ടിട്ടാണ് ചോദിക്കണേ. 85 വയസ്സ് ആയി. 5 പ്രോസ്റ്റേറ്റിന്റെ കേക്കാമോ? റിമൂവ് ചെയ്തു. അപ്പം ഇപ്പൊ മരുന്ന് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലമായിട്ട് PSA നോർമലാണ്. അപ്പൊ ഇനിയും മരുന്ന് കഴിക്കണോ വേണ്ടയോ അതറിയാൻ വേണ്ടിട്ടായിരുന്നു. എന്ത് മരുന്ന്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നോ? അതെ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നോ? അതെ. 5 വർഷം മുമ്പ് ഓപ്പറേഷൻ റിമൂവ് ചെയ്തു. അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തുകൂടെ ചെയ്യുമായിരുന്നോ? റിമൂവ് ചെയ്തു. എന്താ ഓപ്പറേഷൻ ചെയ്തേ? എന്ത് ഓപ്പറേഷനാ ചെയ്തത്? എൻഡോസ്കോപ്പി ആണോ മറ്റേതാണോ ചെയ്തത്? പുറത്തുകൂടെയുള്ള കംപ്ലീറ്റ് റിമൂവലാണോ? എൻഡോസ്കോപ്പിയാ. ഇൻസൈഡിൽ കൂടെ ഉള്ള സർജറിയാണോ ചെയ്തത്? കീഹോള്. അതൊരു കംപ്ലീറ്റ് റിമൂവൽ അല്ല, കീഹോൾ ആണോ ചെയ്തത്? എവിടെയാ ചെയ്തത്? ഏത് ഹോസ്പിറ്റലാ? റേഡിയേഷൻ ഒന്നും വേണ്ടി വന്നില്ലല്ലോ. ഇല്ല വേണ്ടി വന്നില്ല. ഇപ്പൊ ഏതാ കഴിക്കുന്നത്? എന്തോ മെഡിസിൻ ഏതാ കഴിക്കുന്നത്? ടെൽമിസർട്ടാൻ. ഏത് മെഡിസിനാ കഴിക്കുന്നത്? ടെൽമിസർട്ടാൻ അതുമായിട്ട് റിലേറ്റഡ് അല്ലല്ലോ. കാലിറ്റൈഡ് കഴിക്കണം.
പിന്നെ ഏതാണ് കലൂട്ടൈഡ് ആണ്. അത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചോളൂ. യൂറിമാക്സ്, എക്കോസ്പിരിൻ. കലൂട്ടൈഡ് ആണ് ഈ പ്രോസ്റ്റേറ്റിന്റെ. അത് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ കലൂട്ടൈഡും മാത്രമേ ഉള്ളൂ ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടത്. അത് കഴിച്ചോളൂ. അപ്പൊ നിങ്ങളുടെ ഡോക്ടർ അപ്പൊ എന്തെങ്കിലും കാര്യം കാണണമല്ലോ അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് കഴിച്ചോളൂ. അത് മാത്രമേ ഉള്ളൂ. മറ്റേതെല്ലാം നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് മറ്റേത് BPM ഹാർട്ടിന്റെ ഒക്കെ മരുന്നാണല്ലോ. അപ്പൊ ഇതിപ്പോ എക്കോസ്പിരിനും ടെൽമിസാട്ടാനും ഒക്കെ. ഇപ്പൊ കലൂട്ടൈഡ് അതുമായിട്ട് റിലേറ്റഡ് ആ. യൂറിമാക്സ്. അപ്പൊ നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യണോ മരുന്ന്? ബോൺ സ്കാൻ ഒക്കെ ചെയ്യുന്നുണ്ടോ? കലൂട്ടൈഡ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം. കലൂട്ടൈഡ് തുടങ്ങാൻ ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഡോക്ടർ തുടങ്ങിയത്. അപ്പൊ കണ്ടിന്യൂ ചെയ്യണോ അല്ലെ? എന്ത് സർജറി? അപ്പൊ എന്റെ മെയിൽ ID ഒന്ന് കൊടുത്താൽ മതി. എന്റെ മെയിലിലേക്ക് സർജറിയുടെ ഡിസ്ചാർജ് സമ്മറി ഒന്ന് അയക്കുകയാണെങ്കിൽ എനിക്ക് എക്സാക്ട്ലി എന്നാ ചെയ്തതെന്ന് അറിയാൻ പറ്റും. എന്റെ പത്തോളജി റിപ്പോർട്ടും. അപ്പൊ ഞാൻ മെയിൽ ID ഇവിടുന്ന് ഇതിനകത്തുനിന്ന് എടുത്താൽ മതി. മെയിൽ നോക്കിയിട്ട് ഞാൻ പറയാം. മെയിൽ നോക്കിയിട്ട് പറയാം. ഓക്കെ, മെയിൽ ചെയ്യാം, അപ്ലൈ ചെയ്യാം. ആൻ മറിയ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ ഫോൺ നമ്പർ 7012612323 വിളിച്ചാൽ മതി. മാഡത്തിന്റെ ഇമെയിൽ ID ഞങ്ങൾ തരാം. അതിലേക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. താങ്ക് യു. 7:35 നിർത്താൻ പറ്റുമോ? എനിക്കൊരു വേറൊരു മീറ്റിംഗ് ഉണ്ട്. അത് സ്റ്റഡി. ഷുവർ നിർത്താം മാം. നമുക്ക് വേഗം പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. My uterus removed in 2015. Do I need to take any testing in future? Ovaries are retained or not? Ovaries? അത് പറഞ്ഞിട്ടില്ല മാം. My uterus removed എന്നേ പറഞ്ഞിട്ടുള്ളൂ. To take the uterus also. I have to see that. Ovary retain ചെയ്തിട്ടുണ്ടെങ്കിൽ she has to have the follow-up. And then what is then if there is any reason, because of any reason uterus is removed, that case also if there is some cancer or something, she has to have the follow-up. Okay ma'am. ഒന്നിനകത്ത് ഫൈബ്രോയിഡിനൊക്കെ എടുത്തെങ്കിലും ഓവറി വെച്ചിട്ടുണ്ടെങ്കിൽ she has to undergo regular follow-up, yearly follow-up. Okay. നമ്മളോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. സിന്ധു എന്ന മാഡത്തിന് ഡോക്ടറോട് സംസാരിക്കണം എന്നുണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്ത് കൊടുക്കും. സിന്ധു സംസാരിച്ചോളൂ. വയസ്സ് 51 സിന്ധു. അത് 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ ഒരു രണ്ട് പ്രാവശ്യം 2 മാസത്തും കൂടിയാണ് മെൻസസ് ആയത്. അതിനുശേഷം റെഗുലർ ആണ്. നേരത്തെയും കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ ഒരു 3 ദിവസം നല്ല ബ്ലീഡിങ് ആയിരിക്കും. അപ്പൊ നമ്മളത് സ്കാൻ ചെയ്തപ്പോഴാണ്. അത് നേരത്തെ അങ്ങനെയാണോ? ഇപ്പൊ പ്രത്യേകം നേരത്തെ എൻഡോമെട്രിയൽ തിക്നെസ്സോ? എൻഡോമെട്രിയൽ അത് കുഴപ്പമില്ല. എൻഡോമെട്രിയൽ തിക്നെസ് 19 millimeter. 19. അതിനൊരു ബയോപ്സി എടുത്തോ? ബയോപ്സി എടുത്തു. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ യൂട്രസിന്റെ നമുക്ക് ബയോപ്സി എന്താണ്? അതിലാണ് മൈൽഡ് ഡിസ്പ്ലാസിയ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അല്ല, അത് യൂട്രസിനകത്തെ ബയോപ്സിയുടെ റിസൾട്ട് എന്നാ തന്നിരിക്കുന്നത്? യൂട്രസിനകത്തെ മൈൽഡ് ഡിസ്പ്ലേസിയ എന്ന് പറയുന്നത് സർവിക്സിന്റെ ആണ്. അതില് ഫോളോയിങ് ഗളത്തിന്റെ ആണ്. ടൈനി ലിയോമയോമാറ്റസ് പോളിപ്പ്. പോളിപ്പ് കൊണ്ടുള്ള തിക്നെസ് ആയിരിക്കും. അത് മാറി പിന്നെ അത് പോയി കാണുമല്ലോ. അപ്പൊ അത് വീണ്ടും ഇങ്ങനെ നമ്മളെല്ലാപ്പോഴും ക്യാൻസർ ഈ പോളിപ്പൊക്കെ കിടന്നാലും ഇതേപോലെ നമുക്ക് തിക്നെസ് കൂടാം.
അത് 1-2 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്ക് തിക്നെസ് കുറഞ്ഞോ എന്ന്. വയറ് ഓക്കെ മാം. വയറിന് വലിപ്പം കൂടുതലാണ് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമേ. അപ്പൊ അത് കാരണമാണ് ഞാനിങ്ങനെ ഇപ്പം ചെയ്യാൻ നോക്കിയത്. അതായത് ശരീരം മെലിഞ്ഞാലും ഇത് റെക്ടസ് ഇങ്ങനെ മാറി നമുക്ക് മസിൽ വീക്ക്നെസ് കൊണ്ട് വയറ് തൂങ്ങി കിടക്കാമല്ലോ ചിലർക്ക്, ചിലപ്പോ ഇങ്ങനെ പുറത്തോട്ട് കിടക്കുമല്ലോ. അപ്പൊ അതിന്റെ ആണോ ഇത്രയും കൊണ്ട് ഈ ഒരു യൂട്രസിന്റെ വലിപ്പം കൊണ്ട് വയറ് വലുതാവണമെന്നില്ല. ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഡിസ്പ്ലേസിയ എന്ന് പറയുന്നത് സർവിക്സിന്റെ റീജിയണിലാണെങ്കിൽ നമുക്ക് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ടെസ്റ്റിംഗ് കൂടെ ചെയ്യണമെന്നുള്ളത് നോക്കേണ്ടി വരും. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ തിക്നെസ് കുറഞ്ഞോ, നമ്മളിപ്പോ ഈ പോളിപ്പ് എടുത്ത് മാറ്റിയല്ലോ, അപ്പൊ തിക്നെസ് കുറഞ്ഞോ എന്നും നോക്കണം. അപ്പൊ ഈ റിസൾട്ട് വെച്ചിട്ട് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരുമോ? ഈ ഡിസ്പ്ലേസിയ എന്നൊന്നും പറഞ്ഞാൽ അതിനൊരു ഇൻഡിക്കേഷൻ അല്ല യൂട്രസ് റിമൂവ് ചെയ്യേണ്ടേ. പിന്നെ അസാധാരണ ബ്ലീഡിംഗ് ആണ്, നമുക്ക് ഇപ്പൊ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ബ്ലീഡിംഗ് ആണ്, നല്ല മെഡിസിൻ കഴിച്ച് നോക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇൻഡിക്കേഷൻസ് ഒക്കെ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഈ പറഞ്ഞതൊന്നും നമുക്ക് യൂട്രസ് മാറ്റാനുള്ള ഒരു ഇതല്ല. മൈൽഡ്, പ്രത്യേകിച്ച് മൈൽഡ് അല്ലേ ഉള്ളൂ ഡിസ്പ്ലേസിയ. അതൊന്നും യൂട്രസ് മാറ്റാനുള്ള ഒരു ഇതല്ല. ഓക്കെ മാം, അടുത്തതായി നമുക്ക് കല എന്ന ആള് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഹലോ മാഡം, ഞാൻ എന്റെ മോക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മോള് 7 ഇയേഴ്സ് ആയുള്ളൂ. റൈറ്റ് ബ്രസ്റ്റ് ചെറിയ എൻലാർജ്മെന്റ് ഉണ്ട്. കുളിപ്പിക്കുമ്പോഴൊക്കെ അവൾക്ക് ഭയങ്കര പെയിൻ ആണ്. റൈറ്റ് ബ്രസ്റ്റ് 7 ഇയേഴ്സ് ഉള്ളൂ, പക്ഷെ എൻലാർജ്മെന്റ് ഉണ്ട് ബ്രസ്റ്റിന്. അപ്പൊ ഞാൻ ഇല്ല, തീരെ മെലിഞ്ഞ ആളാണ്. പക്ഷെ വെയിറ്റ് ഉണ്ട്, വെയിറ്റും ഉണ്ട്. പക്ഷെ ബ്രസ്റ്റ്, റൈറ്റ് ബ്രസ്റ്റ് എല്ലാവർക്കും പെയിൻ ഉണ്ട്. ടെൻഡറാണ് കുളിപ്പിക്കുമ്പോൾ. അത് ഈ ടെൻഡറാന്ന് പറയുമ്പോൾ ചിലപ്പം ബ്രസ്റ്റിന്റെ ചിലപ്പം നേരത്തെ വളരുന്നതാണോ, എന്തെങ്കിലും ഒരു അൾട്രാസൗണ്ട് ചെയ്തു നോക്ക്. ബ്രസ്റ്റിന്റെ വളർച്ചയാണോ, വേറെ എന്തെങ്കിലും ട്യൂമറുകൾ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിക്കോ കേട്ടോ. ടെൻഡർ ഇത്തിരി നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എവിടെ താമസിക്കും? ഞാൻ മെഡിക്കൽ കോളേജിൽ. അൾട്രാസൗണ്ട് എവിടെയെങ്കിലും ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഒരു സർജനെയോ ഇതേപോലത്തുള്ള ഇപ്പം ക്യാൻസർ ഇതൊക്കെ നോക്കുന്നവരെ കാണിച്ചാലും കുഴപ്പമില്ല, അവർക്കാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം റിലേറ്റഡ് ഒന്നും അല്ല, എന്നാലും അല്ലെങ്കിൽ ഗൈനക്കോളജിനെ അല്ലെങ്കിൽ ഗൈനക്കോളജിയിൽ ആരെങ്കിലും കാണിക്കോ. പിന്നെ ഒരാളിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയല്ലോ, ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അനുസരിച്ച് ചെയ്യും. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എനിക്ക് അഡിനോമയോസ് 2 തവണ അഡിനോമയോസിന് കഴിഞ്ഞതാണ്. 51 ഇയേഴ്സ് ആയി, മെനോപോസ് ആയി. പക്ഷെ ഇപ്പൊ ഞാനിപ്പം എന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഞാൻ ചെയ്യാനുണ്ടോ? ഹലോ, ഇപ്പൊ വേറെ സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ ഒന്നിന്റെ ആവശ്യമില്ല. റുട്ടീൻ ആയിട്ടുള്ള ഫോളോ അപ്പുകൾ മതി, റുട്ടീൻ ആയിട്ടുള്ള സ്ക്രീനിങ് മതി. അല്ല ഇപ്പൊ സിംറ്റം ഒന്നും ഇല്ലെങ്കിൽ മതി. ഓക്കെ. താങ്ക് യു. ഓക്കെ. ഇനിയുണ്ടോ ക്വസ്റ്റ്യൻസ്? ഇനി അതർ ക്വസ്റ്റ്യൻ? മാം, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് മാം. Okay. I have enlarged uterine volume 121.87 cc with multiple small fibroids and adenomyosis. What follow-ups should I take? What is your age? 47. Any symptom, any increased bleeding or anything? അത് പറഞ്ഞിട്ടില്ല മാം. ഇപ്പം വേറെ സിംറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ റുട്ടീൻ ഫോളോ അപ്പുകൾ മതി. ഇപ്പം ഇതിപ്പോ എക്സ്ട്രാ വരുന്നത് ഇപ്പൊ സൈസ് ഇത്തിരി കൂടുതലാണെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇഫ് ഷീ ഈസ് നോട്ട് സിംറ്റമാറ്റിക്, നോ നീഡ് ടു ഗോ ഫോർ എനി അതർ ചെക്കപ്പ്. റുട്ടീൻ സ്ക്രീനിങ് ആയിട്ടുള്ള HPV-DNA അത് 5 ഇയേഴ്സിൽ മതിയല്ലോ. പിന്നെ ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ ഇയർലി ഫോളോ അപ്പ് മതി. സിംറ്റംസ് ഒന്നും ബ്ലീഡിംഗ് ഒന്നും നോർമലേ ഉള്ളെങ്കിൽ. ഓക്കെ.
മാം ഒരാൾ കൂടി ഒരു ചോദ്യം ചോദിക്കണം, പെട്ടെന്ന് ഒന്ന് ചോദിക്കാം. ചോദിച്ചോളൂ. ഹലോ, എന്റെ ഹലോ അമ്മ ഹലോ ചോദിക്കുന്നത്. ഹലോ, വയസ്സായ ചോദിച്ചോളൂ. 8 മാസമായിട്ട് പീരീഡ്സ് ഇല്ല എന്നു, എന്നിട്ട് വയറ് നല്ലതുപോലെ ഉണ്ട് താനും. അത് ഇടയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ ചുമയൊക്കെ വന്ന മൂത്രം പുറത്തോട്ട് പോരും. വയറിപ്പോ ഒരു സാധാരണ ഗർഭിണിക്ക് ഒരു 5 മാസമൊക്കെ ആയ രീതി വയറുണ്ട്. ഒരു അബ്ഡോമിനൽ സ്കാൻ ചെയ്ത് നോക്കിയാത്ത എന്താണ് സ്കാൻ ചെയ്യാന്? അബ്ഡോമിനൽ സ്കാന് എത്ര നാൾ മുമ്പ് സ്കാൻ ചെയ്തോ? അല്ല, സ്കാൻ ചെയ്ത് നോക്കിയോ? ചെയ്ത് നോക്കിയായിരുന്നു. സ്കാൻ ചെയ്തായിരുന്നു. അന്നേരം ഒരു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 8 മാസം. എത്ര നാൾ മുമ്പ്? 8 മാസം. ഒന്നുകൂടെ ചെയ്ത് നോക്കിക്കോ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് അറിയാൻ പറ്റൂല്ലോ. ഇപ്പൊ ഈ വണ്ണം കൊണ്ടുള്ള ശ്വാസം മുട്ടലാണോ, എക്സ്റേ എടുക്കണോ? വയറ് നല്ലപോലെ ഉണ്ട്, അങ്ങനെ വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ. പിന്നെ ഈ അൾട്രാസൗണ്ടിൽ ഒന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ CA-125 ചെയ്തിട്ട് ഒരു CT സ്കാൻ ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. അൾട്രാസൗണ്ടിൽ ഇപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ല നമുക്ക്. പക്ഷെ നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു CT ചെയ്തോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ചിലര് പറയുന്നു ഇങ്ങനെ പീരീഡ്സ് നിൽക്കാൻ നേരത്ത് നല്ലതായിട്ട് ഒത്തിരി 3-4-5 ദിവസമൊക്കെ 8 ദിവസമൊക്കെ പോകുന്നൊക്കെ, 10-15 ദിവസമൊക്കെ പോകുന്നു. ഇല്ല, അങ്ങനെ വരത്തില്ല. അതാ ഞാൻ അത് ചുമ്മാ തെറ്റിദ്ധാരണ. അങ്ങനെ ഒരാൾ പറഞ്ഞത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യരുത്. ബ്ലീഡിങ് നിൽക്കാൻ വരുമ്പോഴേ അത് കുറഞ്ഞേ വരുള്ളൂ. നോർമൽ മെനോപോസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരണം. താമസിച്ച് വരുന്നത്, അതാണ് നോർമല്. മറ്റേതെല്ലാം അബ്നോർമലാണ്. ചിലപ്പോൾ ക്യാൻസർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ട് അബ്നോർമൽ ബ്ലീഡിംഗ് ആണ് അതെല്ലാം കൂടുതൽ വരുന്നതെല്ലാം. അതിലൊരു പക്ഷെങ്കില് ഈ ഇങ്ങനത്തെ ബ്ലീഡിംഗ് ഒക്കെ അബ്നോർമൽ ആണ്, നോർമൽ അല്ല കേട്ടോ. നോർമലായിട്ട് 10 ഗ്രാം അങ്ങനെയല്ല. 3 ദിവസം 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ മെയ് മാസം അവസാനമാണ് ആയത്. അത് പിന്നെ ഇതുവരെ ആയിട്ടില്ല. മെയ് ജൂൺ ആദ്യമായിട്ട്. അല്ല, അത് നിന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോ 8 മാസമായിട്ട് നിൽക്കുവാണല്ലോ, അത് കുഴപ്പമില്ല. കൂടുതലില്ലല്ലോ. ഇല്ല, കൂടുതലും ഉണ്ടാകുന്നത് അത് ആ സമയത്താന്ന് പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞത്. നിന്നിരിക്കുകയാണല്ലോ ഇപ്പോഴും. അതെ. പക്ഷെങ്കിൽ ഒന്നും കൂടെ ഇപ്പൊ ഇങ്ങനത്തുള്ള സിംറ്റം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പോയിട്ട് നല്ലൊരു സ്കാനിങ്, എന്തെങ്കിലും ഒരു നല്ല സ്കാനിങ് ചെയ്ത് നോക്കൂ കേട്ടോ. ശരി, താങ്ക് യു. അപ്പം മാം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മാമിന്റെ തിരക്ക് മൂലം ആർക്കെങ്കിലും മാമിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായിരുന്നു, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാമിന്റെ ഇമെയിൽ ID ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. chitrathara@yahoo.co.in എന്നുള്ളത് നമ്പർ, ഇമെയിൽ ID. അതിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാം. എന്തെങ്കിലും റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ മാമിന് അയക്കാം, അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ മാമിനോട് അതിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഒപ്പം 7012612323 7012612323 ഇത് ക്യുക്ടോക്കിന്റെ നമ്പറാണ്. മാമുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ വഴി മാമിന് അത് റൂട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ചിത്രധാര മാം, വളരെയധികം നന്ദി. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? റെക്കോർഡിംഗ് ഉണ്ട് മാം, അയച്ചു തരാം. ഓക്കെ, അപ്പം താങ്ക് യു മാം. എല്ലാ പാർട്ടിസിപ്പൻസിനും വളരെ നന്ദി. ശുഭരാത്രി. താങ്ക് യു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night.